ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും പുതിയ ആൾക്കാരാണോ? ഒക്കെ പുതിയ ആൾക്കാരാണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചാണ്. എന്താണ് സിവിൽ സർവീസ്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ? സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയാണ് സിവിൽ സർവീസ് പരീക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിവിൽ സർവീസ് പരീക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കേട്ടുകേൾവി സാധാരണ IAS-ഉം അതുപോലെ തന്നെ IFS-ഉം IPS-ഉം മാത്രമായിരിക്കും നോർമലി ആളുകൾ കേൾക്കുക, അല്ലെ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ആൻഡ് ഇന്ത്യൻ പോലീസ് സർവീസ്, ഇത് മൂന്നുമാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളൂ, അല്ലെ? പക്ഷെ എന്നാൽ നമ്മൾ എഴുതാൻ പോകുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 24 സർവീസുകളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ. അതിനുവേണ്ടി എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നു. 3 ഘട്ടങ്ങളിൽ പരീക്ഷ നടക്കുന്നു. ആദ്യ പടിയെ പറയുന്ന പേരാണ് എന്താണ്? പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി പരീക്ഷയാണ് ആദ്യം. രണ്ടാമത്തെ പരീക്ഷ പറയുന്ന പേരാണ് മെയിൻസ് എക്സാമിനേഷൻ, മെയിൻ പരീക്ഷ. മൂന്നാമത്തെ ഘട്ടത്തിന്റെ പേരാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓർ ഇന്റർവ്യൂ. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് UPSC പറയുന്നത്. അപ്പോ ആദ്യം നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ IAS എക്സാമിനേഷൻ എന്നാണ്. അത് തന്നെയാണ് എന്റെ ഹൈലൈറ്റും. ഏറ്റവും മോസ്റ്റ് ചാമിങ് റെപ്യൂട്ടഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് ഈ IAS. രണ്ടാമത്തെ ഇന്ത്യൻ ഫോറിൻ സർവീസ്, മൂന്നാമത്തെ ഇന്ത്യൻ പോലീസ് സർവീസ്. ഇതൊക്കെ സിവിൽ സർവീസ് ബ്രാൻഡിൽ വരുന്നതാണ്. ഇതൊക്കെ ഈ പറഞ്ഞ 3 എണ്ണം. അത് 3 എണ്ണം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് സർവീസ് ആണ്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണം എക്സിക്യൂട്ടീവ് സർവീസ് ആണ്. അത് നടപ്പിലാക്കാൻ അധികാരമുള്ള ഡയറക്റ്റ് അധികാരി എന്ന് പറയും. അതായത് ടോപ്പ് മോസ്റ്റ് സിവിൽ സർവന്റ് എന്ന് പറയും. അതാണ് ഈ പറഞ്ഞ 3 എണ്ണം. അതിന്റെ താഴെയാണ് ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് സർവീസ്, IAAS. പിന്നെ അതിന്റെ താഴെയാണ് ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, പിന്നെ ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്, യൂണിയൻ ടെറിട്ടറി സിവിൽ സർവീസ്, യൂണിയൻ ടെറിട്ടറി പോലീസ് സർവീസ്. ഇങ്ങനെ താഴേക്ക് 21 സർവീസും ഉണ്ട്. ഈ 3 എണ്ണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് സർവീസും. അങ്ങനെ 24 സർവീസിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, IFOS ഉണ്ട്. അത് ഫോറസ്റ്റ് സർവീസ് ആണ്. അത് സിവിൽ സർവീസ് ബ്രാൻഡ് അല്ല. സിവിൽ സർവീസ് ബ്രാൻഡ് അല്ല, UPSC തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പരീക്ഷ നടത്തുന്ന എക്സാമിനേഷൻ ബോർഡിന്റെ പേരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന ആ കമ്മീഷന്റെ പേരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 315 അനുച്ഛേദ പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മൾ കാണുന്ന ഈ പരീക്ഷ നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിൽ, നമ്മുടെ സ്റ്റേറ്റിൽ കാണുന്ന പബ്ലിക് സർവീസ് കമ്മീഷനും. രണ്ടിനും സിംഗിൾ ആർട്ടിക്കിളാണ്, ഒറ്റ ആർട്ടിക്കിളാണ്. എന്ന് വെച്ചാൽ 315 എന്ന ആർട്ടിക്കിളിൽ പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ദ യൂണിയൻ ആൻഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്നാ പറയുന്നത്. ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കും. അത് സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ടാക്കാം. സെൻട്രൽ ഗവൺമെന്റിന് പറയുന്ന പേരാണ് യൂണിയൻ, സെൻട്രൽ ഗവൺമെന്റ് എന്നൊക്കെ നമ്മൾ പറയും. യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയും, സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയും, യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയും. അപ്പൊ ഈ കേന്ദ്ര സർക്കാരുകളെ പറയുന്ന പേരാണ് യൂണിയൻ ഓർ സെൻട്രൽ, ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ പരീക്ഷ നടത്തുന്നത്. സ്റ്റേറ്റ് ആവുമ്പോൾ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, അത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന ഓർഗനൈസേഷൻ കമ്മീഷൻ എന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അത് ഒരു മന്ത്രിസഭയുടെയും കീഴിൽ വരാത്ത ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് UPSC-യും അതുപോലെ തന്നെ PSC-യും ഒക്കെ. അവരാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ഒരു മന്ത്രിസഭയുടെയും കീഴിലല്ലാതെ സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആളുകളെ ഉൾപ്പെടെ ഏറ്റവും താഴെയുള്ള ആളുകളെ വരെ എടുക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉൾപ്പെടുന്ന 2 ഓർഗനൈസേഷനും എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത് വളരെ സ്വതന്ത്രമായിട്ട് മറ്റൊരാളുടെയും
ഇൻഫ്ലുവൻസ് ഇല്ലാതെ, കൊയേഷൻ, ഭീഷണി ഇല്ലാതെ സ്വതന്ത്രമായിട്ട് അവർക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അവരാണ് ഈ പരീക്ഷ നടത്തുന്നത്. പരീക്ഷയുടെ പേരാണ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ. സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്നാണ് ഞാൻ പറയാ. കാരണം ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ടാണ് സർവീസസ് എന്ന് പറയുന്നത്. സിവിൽ സർവീസസ് എക്സാമിനേഷൻ അത് UPSC ആണ് നടത്തുന്നത്. UPSC നടത്തുന്ന സിവിൽ സർവീസ് ബ്രാൻഡിൽ പെട്ടതല്ല ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അതും എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്, എക്സിക്യൂട്ടീവ് സർവീസ് ആണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രത്യേക ഗ്രാജുവേറ്റുകളായിട്ടുള്ള ആളുകൾക്ക് ആ എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. നോർമൽ ഗ്രാജുവേഷൻ ആണ് സിവിൽ സർവീസിന്റെ. സിവിൽ സർവീസിന് എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. സിവിൽ സർവീസിന്റെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. എന്നാൽ ഫോറസ്റ്റ് സർവീസിന് സ്പെഷ്യൽ ഗ്രാജുവേഷൻ പറയുന്നത്. ബിടെക്കുകാർക്ക് മുഴുവൻ എഴുതാം ഫോറസ്റ്റ് സർവീസ്. പിന്നെ സുവോളജി, ബോട്ടണി, ലൈഫ് സയൻസ് അങ്ങനെയുള്ള പ്രത്യേക ഗ്രാജുവേറ്റ്സിന് മാത്രമേ ഫോറസ്റ്റ് സർവീസ് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോ ബിടെക് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് സിവിൽ സർവീസും ഫോറസ്റ്റ് സർവീസും ഒരുമിച്ച് എഴുതാം, ഒരു പരീക്ഷ ഹാളിൽ തന്നെയാണ്. ആദ്യം നമ്മൾ പറയുന്ന പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്ന പരീക്ഷ സിവിൽ സർവീസസ് എക്സാമിനേഷനും ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷനും സിംഗിൾ പേപ്പറാണ്. ഒറ്റ പരീക്ഷ ഹാള്, ഒറ്റ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടിനും. പക്ഷെ രണ്ടാം ഘട്ടമായ മെയിൻസും ഇന്റർവ്യൂ മാത്രമേ മാറുന്നുള്ളൂ ഇൻ കേസ് ഓഫ് ഫോറസ്റ്റ് സർവീസ്. അപ്പൊ അതുകൊണ്ട് ഒരു കമ്പൈൻഡ് പ്രിപ്പറേഷൻ നടത്താം പ്രത്യേക സ്പെഷ്യൽ ഗ്രാജുവേറ്റ്സ് ആയ ബിടെക്കുകാർക്കും മറ്റുമൊക്കെ. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ സിവിൽ സർവീസിലേക്ക് വരാം. സിവിൽ സർവീസിൽ 24 സർവീസ് ഉണ്ട്. ആദ്യം 3 എണ്ണമാണ് IAS, IFS, IPS. ബാക്കി വരുന്നതാണ് ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ്, പിന്നെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, പിന്നെ കുറെ എണ്ണം ഉണ്ട്. അതിൽ നിങ്ങൾ താഴേക്ക് ജസ്റ്റ് UPSCയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഓരോ വർഷവും നോട്ടിഫിക്കേഷൻ ഇറങ്ങും. എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ഇറങ്ങും. നോട്ടിഫിക്കേഷൻ വരുന്ന കാലയളവ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിലായിരിക്കും വരിക. മാർച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കേണ്ട ഡേറ്റ് ആണ് മാർച്ചിൽ. ഫെബ്രുവരി മാർച്ചിലാണ്. അതായത് നിങ്ങള് ശബ്ദമില്ലാത്തിടത്താണ് കുട്ടികൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം അൺമ്യൂട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രൻസി ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് എഫക്റ്റീവ് ആവുള്ളൂ. ടോട്ടലി നമ്മൾ ഈ കാണിക്കുന്ന ഈ സൂമും ഗൂഗിൾ മീറ്റ് ഒന്നും എഫക്റ്റീവ് അല്ല. ഞാൻ അതുകൊണ്ടാണ് ഇതിന് വലിയ താല്പര്യം കാണിക്കാത്തത് പോലും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു ബോഡി ലാംഗ്വേജും നമ്മളുടെ ഒരു സംസാരം അതൊക്കെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രൻസി, അതൊരു ഫീല് തന്നെയാണ്. ഒരു അധ്യാപകൻ വിജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഞാനത് വളരെ എഫക്റ്റീവായിട്ട് മാത്രം ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബ്രാൻഡ് നഷ്ടപ്പെടുത്താത്തത് പോലും. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് തീർക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു ക്ലാസ് വെക്കാം. അപ്പൊ ഒന്നും കൂടി എഫക്റ്റീവായ രൂപത്തിൽ, വളരെ പോസിറ്റീവായ രൂപത്തിൽ എടുത്തു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഞാൻ നേരിട്ട് എടുക്കുന്നത് നിങ്ങൾ ചില ആളുകൾ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്നെ നേരിട്ട് കണ്ടവർക്കോ ക്ലാസ്സിൽ ഇരുന്നവർക്കോ അതറിയാം, ശരിക്കറിയാം. നിങ്ങളുടെ അപ്പു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരാ, എന്താ അദ്ദേഹത്തിന്റെ പേരെന്താന്ന് എനിക്ക് കൃത്യമായിട്ട്, അപ്പു എന്ന് പറയുന്നത് നിങ്ങളെ കോർഡിനേറ്റർ അവരോട് ചോദിച്ചാൽ അറിയാം. അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്റെ ക്ലാസ് ഒക്കെ. അപ്പോ നമുക്കിത് പറ്റാവുന്ന രൂപത്തിലൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കുക. ബാക്കിയൊക്കെ നമുക്ക് വേണ്ട പോലെ പിന്നീട് ചെയ്യാം. തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. കാരണം അത്ര ഒറ്റ വാക്കിൽ പറയുമ്പോഴേക്കും മനസ്സിലാവാൻ നിങ്ങളിത് ജീവിതത്തിൽ ആചരിച്ച് വെക്കുന്ന കാര്യമാണ്. എത്ര ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ പോലും മനസ്സിലാവില്ല. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, സിവിൽ സർവീസ് എക്സാമിനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ 1 ഇയർ സൈക്കിൾ ആണ്. ഒരു വർഷത്തെ സൈക്കിളാണ് ആക്ച്വലി ഈ പ്രിപ്പറേഷൻ. എന്ന് വെച്ചാൽ ഫെബ്രുവരി മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരും. എക്സാമിനേഷൻ ഓൾമോസ്റ്റ് ജൂണിലായിരിക്കും എക്സാമിനേഷൻ നോർമലി വരിക. അത് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മെയിൻസ് പരീക്ഷ നടക്കും. ജൂണിലാണ് ആദ്യ പടി. രണ്ടാം ഘട്ടമായ മെയിൻസ്, പ്രിലിമിനറി പരീക്ഷ ജൂണിലാണ് നടക്കുക. രണ്ടാം ഘട്ടമായ മെയിൻ പരീക്ഷ ഒക്ടോബറിൽ. നോർമലി നമ്മൾ ഈ പാൻഡമിക്സും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ജനറലി അങ്ങനെയാണ് നടക്കാറുള്ളത്. ജൂൺ, ഒക്ടോബർ, ഒക്ടോബറിലാണ്
മെയിൻസ് നടക്കുക. മൂന്നാം ഘട്ടമായ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടക്കുന്നത് ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും. ജനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ചിലൊക്കെ ആയിരിക്കും നടക്കുക. എന്നിട്ട് മെയിൽ റിസൾട്ട് വരികയും ചെയ്യും. ഈ പ്രാവശ്യം അതൊക്കെ കുറെ വൈകി, കുറെ താമസമൊക്കെ ആയി. കാരണം നമ്മൾ ഈ കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഡിലേ ആയത്. നോർമലി ക്ലാസിന്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 1 year ത്രൂ ഔട്ട് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഈ ഫെബ്രുവരിയിൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജൂണിൽ പരീക്ഷ, അതിന്റെ പ്രിപ്പറേഷൻ ആ ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മൾ കഴിഞ്ഞ വർഷത്തെ സിലബസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കി കാര്യങ്ങളൊക്കെ പഠിച്ചൊരു വിധമായിട്ടുണ്ടാവും. അപ്പോഴേക്കും ജൂണിൽ നമ്മളെ ഫിലിംസ് പരീക്ഷ, ജൂൺ കഴിഞ്ഞാൽ അതിന്റെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ആയി. പിന്നെ ഒക്ടോബറിൽ മെയിൻസ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ചിൽ ഇന്റർവ്യൂ നടക്കുന്നു. ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെ ചിലപ്പോൾ ഇന്റർവ്യൂ അത്ര വരെ നീണ്ടു പോകാം. മെയിൽ റിസൾട്ട് വരുന്നു. റിസൾട്ട് ഇല്ലാത്തവർക്ക് മാത്രം ജൂണിൽ പരീക്ഷ എഴുതാം. അങ്ങനെ ഒരു സൈക്കിൾ പോലെ എല്ലാ വർഷവും കൃത്യമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ ഇത് സിലബസ് ഓറിയന്റഡ് ആണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ സിലബസ് ഓറിയന്റഡ് എക്സാമിനേഷൻ, നോട്ട് എ ബ്ലൈൻഡ് പ്രിപ്പറേഷൻ. ഇതൊരു ബ്ലൈൻഡ് പ്രിപ്പറേഷനോ ഒരു ബ്ലൈൻഡ് എക്സാമിനേഷനോ ഒന്നുമല്ല. ഒരു തോന്നിയ പോലത്തെ കച്ചവടം ഇവർക്കില്ല. UPSC വളരെ സ്ട്രെയിറ്റ് ആണ്, വളരെ കൃത്യമാണ്, അപ് ടു ഡേറ്റ് ആണ്, ടൈം ടു ടൈം ആണ്, ടൈം ബൗണ്ട് ആണ്. അതൊക്കെ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ അവസാനത്തെ ആ യുദ്ധം അത് നടക്കൂല. കറക്റ്റായിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ ശ്വാസം വിടാതെയുള്ള ആ പ്രിപ്പറേഷൻ ആണ് ഇവിടെ വർക്കൗട്ട് ആവുള്ളൂ. കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്താൽ 100% വിജയിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ എന്തോ കുറച്ച് കടലാസിൽ എഴുതി കൂട്ടി ഉണ്ടാക്കിയ എന്തോ സാധനമല്ല. UPSC പറയുന്ന കാര്യം അതുപോലെ ഇങ്ങോട്ട് അപ്പോ ഇതിന്റെ പ്രത്യേകത മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാ. ഓഡിയോ ഞാൻ പറയുമ്പോ വൈഫൈയുടെ മുന്നിലാണ്, വൈഫൈയുടെ അടുത്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അത് ബ്രേക്ക് ആയി. എനിക്കൊരു ഫോൺ വന്നു, ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഫ്ലൈറ്റ് മോഡിലാക്കിയതാ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ മാനസികമായിട്ട് ആദ്യം വളരെയധികം പ്രിപ്പയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ IAS എക്സാമിനേഷൻ എഴുതുന്ന ഒരാൾക്ക് ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടാവണം. 2 കാര്യങ്ങൾ ഈസ് വെരി എസെൻഷ്യൽ. 2 things are very essential in while preparing സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതായത് 2 കാര്യങ്ങൾ വളരെ മാൻഡേറ്ററി, നിർബന്ധമാണ്. ബേണിംഗ് ഡിസയർ ആണ്, ഒരു കത്തിജ്വലിക്കുന്ന ആഗ്രഹം നമ്മളെ മനസ്സിനെ അലട്ടണം, എങ്കിൽ മാത്രമേ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ പെർഫെക്റ്റ് മൈൻഡ് സെറ്റ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഇതിനു വേണ്ടി നമ്മൾ റെഡിയാക്കണം. കാരണം മനസ്സ് പല സമയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആവും പല കാര്യങ്ങളിലേക്ക്. പ്രത്യേകിച്ച് നമ്മൾ എസ്പെഷ്യലി മലയാളികൾ ഫുള്ള് സെലിബ്രേഷൻ്റെ ആൾക്കാരാണ്. വർഷത്തിൽ 365 ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കേരള കമ്മ്യൂണിറ്റി. നമുക്ക് അതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൂ. എല്ലാം നമ്മൾ ആഘോഷമാക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ ഡൽഹിയിലും UPയിലും ഡൽഹിയിലൊക്കെ ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഹബ്ബുകളിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ പ്രിപ്പയർ ചെയ്യുന്നതും കിട്ടുന്നവരെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഉദാഹരണം 4 മണിക്കാണ് എഴുന്നേക്കുന്നതെങ്കിൽ അവിടെ 2 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റവനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളെ പ്രിപ്പറേഷൻ പോരാ എന്നുള്ളൊരു തോന്നൽ നമ്മളെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാനൊക്കെ IAS എക്സാമിനേഷന് വേണ്ടി പണ്ട് മുഖർജി നഗറിൽ പ്രിപ്പയർ ചെയ്താണ്. ഒരു 2008 to 12, 2008 മുതൽ 12 വരെ ഒരു 4 വർഷത്തോളം ഇങ്ങനെ പാർഷ്യലായിട്ട്, ഫുൾ ടൈം അല്ല പാർഷ്യലായിട്ട്. 2011 to 12 ഫുൾ ടൈം ഉണ്ടായിരുന്നു.
unluckily I was not qualified. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 2 മാർക്ക് 3 മാർക്ക് 5 മാർക്ക് 10 മാർക്കിനൊക്കെ സർവീസ് നഷ്ടപ്പെട്ടു പോയി ഉള്ള ആളുകളാണ്. അപ്പോൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ 2005കളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അന്ന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളില്ല. സിവിൽ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഒരാളില്ല. എന്താണ് IAS എക്സാമിനേഷൻ, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുറെ അങ്ങോട്ട് പഠിച്ചാൽ മതി, ഒരുപാട് പഠിക്കാനുണ്ട് എന്നാ പറയാ. എന്താണ് എന്ന് ഈ പത്രങ്ങളിലൊക്കെ വരാറുണ്ട്. പണ്ടൊക്കെ പത്രങ്ങളിലൊക്കെ ഞാനന്ന് ദേശാഭിമാനി എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു വ്യാഴാഴ്ച തേഴ്സ്ഡേ ഒരു സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ കിളിവാതിൽ. അതിൽ ശരിക്ക് സിവിൽ സർവീസ് മലയാളിക്ക് IAS ഒരു ബാലികേറ മലയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്ന ക്യാപ്ഷൻ അങ്ങനെ തന്നെ ആയിരുന്നു. അതാണ് ഞാൻ ഈ സിവിൽ സർവീസിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് ഇൻസ്പയർ ചെയ്തൊരു വലിയൊരു ക്യാപ്ഷൻ അതായിരുന്നു. അത് എഴുതിയ ആൾക്ക് പോലും അറിയില്ല എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വലിയ പ്രയാസങ്ങളില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വലിയ പ്രയാസങ്ങളില്ല. കാരണം ഇന്ന് ഇതിനെക്കുറിച്ച് അറിയുന്നവർ വളരെ കൂടുതലാണ്. അറിയാനുള്ള സോഴ്സുകളും വെരി ഫെമിലർ ആണ്, സഫിഷ്യന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം എന്താ, നമ്മളുടെ നോളജ് ഫിംഗർ ടിപ്സിലുണ്ട് ഇപ്പോൾ. കാരണം നമുക്ക് നെറ്റ് നോക്കിയാലും സെർച്ച് ചെയ്താലും ഒക്കെ അറിയാൻ പറ്റും. നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നേരിട്ട് വിളിക്കാനും നമ്പറുകളും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ സിവിൽ സർവീസിനെ കുറിച്ച് പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റിയൊക്കെ അറിയാനുള്ള ഒരു സോഴ്സുകൾ ഇപ്പൊ വളരെ കൂടുതലായതുകൊണ്ട് വളരെ ഈസി. അന്നൊക്കെ പ്രിപ്പയർ ചെയ്യൽ വളരെ ഡിഫിക്കൽട്ട് പ്രോസസ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടോ, സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയങ്ങൾ? അതായത് ഞാൻ ഈ പറഞ്ഞ IAS എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസുകളാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസ് 24 സർവീസുകളെ ഒറ്റ പരീക്ഷ നമ്മൾ 24 സർവീസുകളിലേക്ക് ഒരു സിംഗിൾ പരീക്ഷ നമ്മൾ എഴുതുന്നു. അതിന്റെ 3 സ്റ്റേജുകളിലായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്കിൽ ഉൾപ്പെട്ടവർക്ക് ആദ്യമുള്ളവർക്ക് IAS കിട്ടും, രണ്ടാമത്തവർക്ക് IFS കിട്ടും, മൂന്നാമത്തവർക്ക് IPS കിട്ടും, നാലാമത്തെ ആൾക്ക് ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് സർവീസ് കിട്ടും. അങ്ങനെ ഏറ്റവും താഴെ വന്ന് യൂണിയൻ ടെറിട്ടറി പോലീസ് സർവീസിലേക്ക് വരെ എത്തും. അതിങ്ങനെ 1 by 1 ആയിട്ടാണ് വരിക. ഇപ്പോ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് 163ാം റാങ്കുകാരി ശ്രീതു SS. ശ്രീധുവിനെ വിളിച്ച് ചോദിച്ചാൽ അറിയാം. ഷിംജി സാറ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഷിംജി സാറെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീധുവിനോട് ചോദിച്ചാൽ മതി. അപ്പൊ ശ്രീധു പറയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ശ്രീധു ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് അവൾക്ക് ഈ പ്രാവശ്യം IRS കിട്ടുള്ളൂ. ഇന്ത്യയിലെ 10 ലക്ഷത്തോളം ആളുകൾ എഴുതിയ പരീക്ഷയിൽ നിന്നും 163ാം റാങ്ക് സ്കോർ ചെയ്ത ആളാ ശ്രീധു, ചില്ലറക്കാരിയല്ല. അപ്പോ ശ്രീധു 163ആണ്. ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് അവൾക്ക് ഈ പ്രാവശ്യം IRS കിട്ടുള്ളൂ. ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ IAS കിട്ടുകയും ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിൽ വീണ്ടും ഒരു അറ്റംപ്റ്റും കൂടെ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് IASലേക്ക് എത്താം. നമ്മൾ പാസ്സായാലെത്തും. അപ്പോ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ പരീക്ഷ നടക്കും. നമ്മളെ മാർക്കും റാങ്ക് ലിസ്റ്റും ഓക്കെ ആണെങ്കിൽ നമുക്ക് സർവീസ് കിട്ടും. അല്ലെങ്കിൽ വീണ്ടും അടുത്ത വർഷം ഒരു ഫ്രഷ് കാൻഡിഡേറ്റിനെ പോലെ വീണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സിസ്റ്റം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കൺഫ്യൂഷൻ ഉണ്ടോ? അൺമ്യൂട്ട് ആക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. മിണ്ടാണ്ട് നിന്നാ അതിനൊന്നും മറുപടി ഉണ്ടാവില്ല. ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആയി? ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? ഭയങ്കര എളുപ്പമല്ലോ നിങ്ങളെ പഠിപ്പിക്കാൻ. മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഒരു ഡൗട്ടും ഇല്ല. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന സംഗതി എന്താണ് എന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് നമ്മളിപ്പോ തന്നത്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുതിയതല്ല. IAS എക്സാമിനേഷൻ നമ്മൾ പഠിക്കാനുള്ള ഭാഗമെന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT എത്രത്തോളം തറോ ആണോ അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ. 6 to 12, 6 മുതൽ 12 വരെയുള്ള NCERT നിങ്ങൾ എത്രത്തോളം നിങ്ങൾ തറോ ആക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഈസി ആയിട്ട് IAS എക്സാമിനേഷൻ ക്ലിയർ ചെയ്യും. അതാണ് ഇതിന്റെ ബേസിക്, ഏറ്റവും അടിസ്ഥാനം അതാണ്. അപ്പൊ ഈ NCERT എന്ന് പറയുന്നത് തറോ ആക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രൈം അജണ്ട ആയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പണി അതായിരിക്കണം. അതല്ലാത്ത വേറെ എന്ത് കട്ടി കൂടിയ പുസ്തകം പഠിച്ചാലും ഒരു കാര്യമില്ല. അതാദ്യം നമുക്ക് തിരിച്ചറിയണം. അതാദ്യം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം ഫാറാണോ NCERT അത്രത്തോളം നമുക്ക് സമയമെടുക്കും IAS കിട്ടാൻ. അത്രത്തോളം നമ്മൾ എന്തായിരിക്കും അകന്നിരിക്കും നമുക്ക് കിട്ടാൻ. അതുകൊണ്ട് തന്നെ NCERT is very essential. NCERT വളരെ അത്യാവശ്യമാണ്. NCERT എത്രത്തോളം ശക്തമാണോ അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ IAS. NCERT സ്ട്രോങ് ആയവരാണ് സിവിൽ സർവീസിലേക്ക് എത്തിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ IAS എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഒരിക്കലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ല. പഴയ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യത്തിന് ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനായ സിവിൽ സർവീസസ് എക്സാമിനേഷനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അതാണ് ഞാൻ പറയുന്ന ഏറ്റവും നല്ല ഐഡിയ. ക്ലിയർ ചെയ്ത ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം എങ്ങനെ ക്ലിയർ ചെയ്യാം. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21. ഇടയ്ക്കിടയ്ക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇപ്പൊ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചില്ലേ പെഗാസസിനെ കുറിച്ച് കൊണ്ട് കേട്ടില്ലേ? പെഗാസസ്, വാട്ട് ഈസ് പെഗാസസ്? പെഗാസസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻസർഷിപ്പ് അല്ലേ? സെൻസർ ചെയ്യാണ്, ജനങ്ങളുടെ ഡെമോക്രസിയെ വയലേറ്റ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. അതൊക്കെ നിങ്ങൾ പഠിക്കണം ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ആസ് എ സിവിൽ സർവന്റ്. കാരണം എന്ന് വെച്ചാൽ രാജ്യസുരക്ഷയേക്കാൾ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറഞ്ഞത് രാജ്യസുരക്ഷയേക്കാൾ പ്രധാനമാണ് ദ റൈറ്റ് ടു പ്രൈവസി ദാറ്റ് ഈസ് എൻഷൈൻഡ് ഇൻ ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതായത് ഏത് സാഹചര്യത്തിലും എമർജൻസി ഡിക്ലെയർ ചെയ്താൽ പോലും ഒരു കാരണവശാലും ഇൻഫ്രിഞ്ച് ചെയ്യാത്ത, ഒരു കാരണവശാലും ഹനിക്കപ്പെടാൻ പാടില്ലാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 and 21. അതിൽ 21 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശവും എന്താ നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ഈ ആർട്ടിക്കിൾ 21ന്റെ വയലേഷൻ ആണ് എന്താ? ബ്രീച്ച് ഓഫ് പ്രൈവസി എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ സുപ്രധാനമായിട്ടുള്ള ഭാഗം, ഇൻഎവിറ്റബിൾ പാർട്ടാണ് റൈറ്റ് ടു പ്രൈവസി. ഇതിനോട് ബന്ധപ്പെട്ട് മുന്നൊരു കേസ് വന്നിരുന്നു 2017-18 പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ആ കേസിലാണെന്ന് റൈറ്റ് ടു ഫുഡ്, നമ്മളെ ബീഫ് ബാനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ സംസാരിച്ചിരുന്നില്ല മുന്നേ? നിങ്ങൾ പേപ്പർ വായിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ആ കേസൊക്കെ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഒരു സിവിൽ സർവന്റ് എന്ന് പറയുന്ന ആൾ ആവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, IAS എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത IAS കാരനാവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ന്യൂസ് പേപ്പർ റീഡിങ് ഇസ് വെരി എസെൻഷ്യൽ ആണ്. ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും വാട്സപ്പും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാണ്. അത്ര മാത്രമേ നമുക്ക് അറിവുണ്ടാവുള്ളൂ. ഇതേപോലുള്ള ക്ലാസ്സുകൾക്ക് മാത്രമാണ്, ഇതേപോലുള്ള മീറ്റിങ്ങുകൾക്കുള്ള ഐഡിയ അയക്കാനും മറ്റൊക്കെ അത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത നിങ്ങളുടെ ഒരു നോളജ് അക്വയർ ചെയ്യാനുള്ള, നോളജ് കളക്ട് ചെയ്യാനുള്ള സോഴ്സ് ആയിട്ട് ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. ഒതന്റിക് ഇൻഫർമേഷൻ തന്നെ കളക്ട് ചെയ്യണം. അതിന് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറാണ്. നമ്മളെ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഏറ്റവും എഫക്റ്റീവ്. എന്താ മക്കളെ, എന്താണ്? പറയൂ.
അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ? ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ സിലബസിലേക്ക് കടക്കാം. ഈ പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് 2 പേപ്പറുകളാണ്. ഈ പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് 2 പേപ്പറാണ്. 2 ഒബ്ജക്റ്റീവ് പേപ്പറാണ്. 2 ഒബ്ജക്റ്റീവ് പേപ്പറാണ്. മനസ്സിലായോ? 2 ഒബ്ജക്റ്റീവ് പേപ്പറാണ്. ഈ 2 ഒബ്ജക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് പേപ്പർ 1, 2 പേപ്പർ 2. UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പണ്ട് GS എന്നും CSAT എന്നും CSAT പേപ്പർ 1 എന്നും CSAT പേപ്പർ 2 എന്നൊക്കെ കൊടുത്തത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ UPSC സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1ഉം പേപ്പർ 2 ആണ്. ഈ പേപ്പർ 1ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ NCERTയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ പേപ്പർ 1, അതായത് നിങ്ങളിപ്പോ ഈ ആളുകളൊന്നും ഞാൻ കാണാത്ത കാരണം നിങ്ങൾ പേപ്പറുമായി ഇത് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയുന്നില്ല. നിങ്ങളെ ഞാൻ ഫിസിക്കലി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് പേപ്പറിൽ എഴുതുന്നുണ്ടോ അതോ വെറുതെ പൊട്ടാൻ കൊട്ട് കേൾക്കാൻ പോയ പോലെ ഇതിങ്ങനെ കേൾക്കുകയാണോ? ഒരു കാര്യമില്ലട്ടാ. ഞാൻ പറഞ്ഞത് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞാൽ അത് അടുത്ത ചെവി കൂടെയാണ് പോകുമെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പോകും. അല്ലാതെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെടില്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ഞാൻ പറയുന്ന ഈച്ച് ആൻഡ് എവരി പോയിന്റ് നോട്ട് ചെയ്യണം, എഴുതണം. ബുക്കിൽ എഴുതുക, ബുക്കിൽ എഴുതണം. പേപ്പറിൽ എഴുതിയാൽ അത് പറപ്പിച്ചു കളയും നമ്മള്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എഴുതണം, പേപ്പറിൽ എഴുതണം. ഒരു സിൻസിയർ ആയിട്ടുള്ള, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ എഴുതിയിരിക്കും. ഇത് വീട്ടില് ഇരുന്ന് എല്ലാവരും ഉള്ളിടത്ത് ഇരുന്നിട്ടാണെങ്കിൽ ഇതുപോലെ കഥ കേൾക്കുന്ന പോലെ കേട്ടു അതങ്ങോട്ട് വിടും. അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. നിങ്ങൾ ഇത് എഴുതണം. എഴുതിയെങ്കിൽ മാത്രമേ അത് ഗുണം കിട്ടുള്ളൂ. എഴുതുന്നുണ്ടോ? എവിടെ എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ഈ മക്കളൊക്കെ എവിടെയുള്ള ആൾക്കാരാ? കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവരാണോ? അല്ല, മുരിയാട്. അതെവിടെ? അയ്യോ, തൃശ്ശൂരാണ് സർ. ഓക്കെ. തൃശ്ശൂർ ഒക്കെ തൃശ്ശൂർ ജില്ലക്കാരാണോ? അതെ അതെ, തൃശ്ശൂര്. ഓക്കെ ഓക്കെ ഒക്കെ ഇരിഞ്ഞാലക്കുട, പെരിഞ്ഞനം, കൊടുങ്ങല്ലൂര് ഭാഗത്തുള്ളവരാണോ? ഇരിഞ്ഞാലക്കുട മുരിയാട് പഞ്ചായത്തില് ഉള്ളവരാണ്. മുരിയാട് പഞ്ചായത്ത്. ഓക്കെ. ഏകദേശം ആ ഭാഗത്തുള്ളവരല്ലേ? അതെ, എല്ലാവരും. പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും എന്നുള്ളവരില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ആകെ ഒരു അന്താളിപ്പായോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ക്ലിയർ ആണ് സാർ. വേണ്ടാന്നുള്ള തീരുമാനം എടുത്തോ? ഇല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ പ്രിലിംസ് എക്സാമിനേഷൻ 2 പേപ്പറാണ്. 2 പേപ്പറാണ് പ്രിലിംസ് എക്സാമിനേഷൻ വരിക. അത് ഒന്ന് പേപ്പർ 1, 2 പേപ്പർ 2. ഈ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ആദ്യത്തേതാണ്. അതിൽ 7 എണ്ണം വരും. ഒന്ന് കറന്റ് അഫയേഴ്സ്. ആ കറന്റ് അഫയേഴ്സിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിന്ദു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക എന്നുള്ളത് ഒരു റൂട്ടീൻ പ്രോസസ് ആക്കി മാറ്റുക, ഒരു ഡെയിലി റൂട്ടീൻ ആക്കി മാറ്റുക. ഹിന്ദു പേപ്പർ കറന്റ് അഫയേഴ്സ്. രണ്ടാമത് ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നെ വരുന്നത് ജോഗ്രഫി. പിന്നെ വരുന്നത് ഇന്ത്യൻ പോളിറ്റി. ദാറ്റ് മീൻസ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വരിക. ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനും ഗവേണൻസും
റൈറ്റ് ഇഷ്യൂസും പബ്ലിക് പോളിസി എന്ന് പറയുന്ന കുറച്ച് ഭാഗം കൂടെ വരുന്നുണ്ട്. പ്രധാന ഭാഗം ദ മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ, മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിട്ട് തന്നെ വരുന്നത്. കാരണം അതിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡേ ടു ഡേയില് എന്താണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട, ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡെയിലി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയാൻ കാരണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഈ പറഞ്ഞ 7 സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഏകദേശം 22 ചോദ്യങ്ങൾ വരെ, 20-22 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. അത് ചിലപ്പോൾ 14 ആവാം, പക്ഷെ കൂടുതൽ സമയത്തും 22 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെയിം സാധനം അതുപോലെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തേത് കറണ്ട് അഫയേഴ്സ്, രണ്ടാമത്തെ ഇന്ത്യൻ ഹിസ്റ്ററി, മൂന്നാമത്തെ ജോഗ്രഫി, നാലാമത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഇന്ത്യൻ പോളിറ്റി. അടുത്തത് എക്കോണമിയാണ് വരുന്നത്. പിന്നെ 6th വൺ എക്കോളജി, എൻവയൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി. എക്കോളജി, എൻവയൺമെന്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇത് 6ാമത്തെ. 7ാമത്തെ ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസ് ഇതാണ് പേപ്പർ 1 എന്ന് പറയുന്ന കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്ന പേപ്പർ. ഈ പേപ്പറിനെ നമ്മൾ മെറിറ്റ് പേപ്പർ എന്ന് പറയും. ഫസ്റ്റ് പേപ്പറായ പേപ്പർ 1 എന്ന് പറയുന്ന നമ്മൾ ഇപ്പറഞ്ഞ ഏരിയ വരുന്ന പേപ്പറിനെ പേപ്പർ 1 ആണ്, അതിനെ മെറിറ്റ് പേപ്പർ എന്നാ പറയുന്നത്. സെക്കൻഡ് പേപ്പറായ പേപ്പർ 2-നെ ക്വാളിഫയിങ് പേപ്പർ എന്ന് പറയും. ക്വാളിഫയിങ് പേപ്പർ, QP, ക്വാളിഫയിങ് പേപ്പർ. ഈ ക്വാളിഫയിങ് പേപ്പർ എന്ന് പറയാനുള്ള കാരണം 33% മാത്രം മാർക്ക് മതി ഇതിൽ. അത് ടോട്ടൽ മാർക്കിൽ ആഡ് ചെയ്യുന്നതല്ല. 33% മാർക്ക് ഉണ്ടോ എന്ന് അവർ നോക്കുകയുള്ളൂ. 33% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ പേപ്പർ 1 വരെ വാല്യൂ ചെയ്യുള്ളൂ. നമ്മൾ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിലിമിനറി പരീക്ഷ എഴുതിയ ഒരാളുടെ പേപ്പർ 2 ആണ് ആദ്യം UPSC എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുക. എന്നതിന് ശേഷം മാത്രമേ പേപ്പർ 1 നോക്കുകയുള്ളൂ. കാരണം 33% പേപ്പർ 2-ൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ പേപ്പർ 1 വാലിഡ് അല്ല, ഇൻവാലിഡ് ആയി, നിങ്ങൾ കളിയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആയി എന്നർത്ഥം. അപ്പൊ അതും കൂടെ ഈ കളിയുടെ സുപ്രധാന ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പേപ്പർ 2-ൽ വരുന്നത് ഒന്ന് ജനറൽ മെന്റൽ എബിലിറ്റി, രണ്ടാമത് വരുന്നത് ബേസിക് ന്യൂമറസി, തേർഡ് വൺ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ഡാറ്റ സഫിഷ്യൻസി, പിന്നെ വരുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അടുത്തത് കോംപ്രിഹെൻഷൻ. അതിൽ 2 തരം കോംപ്രിഹെൻഷൻസ് ഉണ്ട്. ജനറൽ കോംപ്രിഹെൻഷനും ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷനും ഉണ്ട്. അടുത്തത് വരുന്നത് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് കഴിഞ്ഞാൽ വരുന്നത് റീസണിങ്. ജനറൽ മെന്റൽ എബിലിറ്റി ഒന്നാമത്തത്, 2 ബേസിക് ന്യൂമറസി, പിന്നെ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ഡാറ്റ സഫിഷ്യൻസി മൂന്നാമത്തത്, 4 ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, ഫിഫ്ത് വൺ അഞ്ചാമത്തത് കോംപ്രിഹെൻഷൻ തന്നെ 2 തരം കോംപ്രിഹെൻഷൻസ് ആണ്. 2 types ഓഫ് കോംപ്രിഹെൻഷൻസ് ആണ്. വൺ ഈസ് ജനറൽ കോംപ്രിഹെൻഷൻ ഉണ്ടാവും, രണ്ടാമത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും. പിന്നെ വരുന്ന 6ാമത്തെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദ ലാസ്റ്റ് വൺ ഈസ് റീസണിങ്. ഇങ്ങനെ 7 എണ്ണമാണ് സെക്കൻഡ് പേപ്പറിൽ ഉണ്ടാവും. പക്ഷെ ഈ സെക്കൻഡ് പേപ്പറിൽ നിന്ന് നിങ്ങൾ 33% സ്കോർ ചെയ്താൽ മതി. കൂടുതൽ വേണ്ട, കുറയാനും പാടില്ല. കാരണം ഇതാണ് ആദ്യം വാല്യൂ ചെയ്യുന്ന പേപ്പർ. സെക്കൻഡ് പേപ്പർ ആണ് ആദ്യം വാല്യൂ ചെയ്യുക. ഈ സെക്കൻഡ് പേപ്പർ വാല്യൂ ചെയ്തിട്ട് ഇതിൽ 33% ഇല്ല, 32 ഉള്ളൂ, നിങ്ങൾ കളിയിൽ നിന്ന് ഔട്ടായി. നിങ്ങളെ ഫസ്റ്റ് പേപ്പർ വാല്യൂ ചെയ്യില്ല. ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് 200 മാർക്കാണ്. ഒരു പേപ്പർ 200 മാർക്കാണ്, 200 മാർക്കാണ്. സെക്കൻഡ് പേപ്പറും 200 മാർക്കാണ്. നിങ്ങൾ ഫസ്റ്റ് പേപ്പർ 200 മാർക്കിൽ 200-ൽ 200 സ്കോർ ചെയ്താലും കാര്യമില്ല. ഫസ്റ്റ് പേപ്പറിൽ സെക്കൻഡ് പേപ്പർ 33% നിർബന്ധമാണ്. ഇവിടെ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 100 ക്വസ്റ്റ്യൻ ഫസ്റ്റ് പേപ്പറിൽ. സെക്കൻഡ് പേപ്പറിൽ
80 ക്വസ്റ്റ്യൻ, 80 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആദ്യത്തെ പേപ്പറിൽ 100 ചോദ്യങ്ങൾ, 200 മാർക്ക്, 2 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്സ്. ഇൻ സെക്കൻഡ് പേപ്പർ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 80. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2.5 മാർക്ക്. രണ്ടിനും നിങ്ങൾക്ക് കിട്ടുന്ന സമയം 2 hours ആണ്. 2 hours, 2 മണിക്കൂർ രണ്ടിനും കിട്ടുക. നിങ്ങൾക്ക് 2 hours ആണ് ടൈം കിട്ടുക. 200 മാർക്ക്, 100 ചോദ്യങ്ങൾ, 2 മണിക്കൂർ ഫസ്റ്റ് പേപ്പർ. സെക്കൻഡ് പേപ്പർ 200 മാർക്ക്, 2 മണിക്കൂർ, 80 ചോദ്യങ്ങൾ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഒന്നാമത്തെ പേപ്പറിൽ മാക്സിമം സ്കോർ ചെയ്യുക, രണ്ടാമത്തെ പേപ്പറിൽ മാക്സിമം സ്കോറിന് ശ്രമിക്കരുത്. കാരണം നിങ്ങൾക്ക് പണി പാളാം. കാരണം മാത്തമാറ്റിക്സിൽ വീക്ക് ഉള്ളവർ കോംപ്രിഹെൻഷൻ കൂടുതൽ ചെയ്യുക, റീസണിങ് കൂടുതൽ ചെയ്യുക, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, ഡാറ്റ സഫിഷ്യൻസി കൂടുതൽ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് കൂടുതൽ ചെയ്യുക. അതല്ലാതെ മാത്തമാറ്റിക്സ് കൂടുതൽ അറിയാത്തവർ അത്യാവശ്യം അറിയുന്ന മാത്തമാറ്റിക്സ് മാത്രം ചെയ്ത് ക്വാളിഫൈ ചെയ്യാനുള്ള 33% മാർക്കിലേക്ക് മാത്രം എത്തിക്കുക. ഉദാഹരണം, ഇതിൽ 80 ചോദ്യങ്ങൾ ഉണ്ടാവുക. 27 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ 27 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്താൽ നിങ്ങൾ വിജയിച്ചു. 27 ചോദ്യങ്ങൾ കറക്റ്റ് ചെയ്താൽ 27 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റൈറ്റ് ചെയ്താൽ നിങ്ങൾ വിജയിച്ചു. പിന്നെ 2 പേപ്പറിലും നെഗറ്റീവ് ഉണ്ടായിരിക്കും. 1/3 നെഗറ്റീവാണ്. ഒരു ശരിയും ഒരു തെറ്റും വന്നാൽ ശരിയുടെ 1/3 മൈനസ് ആവും. ഇപ്പൊ 2 മാർക്കാണ് ഒരു ശരി. ഇപ്പൊ 2 മാർക്കിന്റെ ഒന്ന് ശരി ചെയ്തു, രണ്ടാമത്തത് തെറ്റായി എന്ന് വെച്ചാൽ 2ന്റെ 1/3 പോകും. എന്ന് വെച്ചാൽ 2 മാർക്ക് ഉണ്ടാവില്ല, 1.4 മാർക്കേ ഉണ്ടാവുള്ളൂ, 1.4 ഉണ്ടാവുള്ളൂ. കാരണം 0.6 പോവും, 0.66 പോവും, 0.66 മാർക്ക് പോകും, 3-1 പോകും. 2നെ 3 ആക്കിയാൽ അതിന്റെ 3-1 ഭാഗം പോകുന്നർത്ഥം. ഒരു ശരിയും ഒരു തെറ്റും വന്നാൽ, ഇപ്പൊ 3 തെറ്റും ഒരു ശരിയും വന്നാൽ 0 ആയി. അവസാനം കൂട്ടിക്കഴിച്ച് മാർക്ക് UPSCക്ക് അങ്ങോട്ട് കൊടുക്കാനാവും. അതാണ് അവസാനം സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. തമാശ രൂപത്തിലുള്ള അറ്റൻഡ് പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഡീൽ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? ഇപ്പോ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? വേണോ? ഒന്നും പറയുന്നില്ല. മൊബൈൽ ഓണാക്കി, ക്യാമറ ഓണാക്കി വീട്ടില് വേറെ എവിടെയെങ്കിലും പോയാണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണ്. ഇനി അപ്പൊ നമുക്ക് വേറെ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇതിൽ തന്നെ 3 കാറ്റഗറിയിലുണ്ട്, 4 കാറ്റഗറീസ് ഉണ്ട്. ജനറൽ കാറ്റഗറി ഉണ്ട്, ജനറൽ കാറ്റഗറി എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, പിന്നെ OBC ഉണ്ട്, SC ST ഒറ്റ കാറ്റഗറിയാണ്, SC ആൻഡ് ST. ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർക്ക് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ എഴുതാം, 32 ഇയേഴ്സ് വരെ. അത് തന്നെയാണ് ഏജിന്റെ കേസിൽ എന്താണ് ഈ പറഞ്ഞ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറിക്കും അത് തന്നെയാണ് ഏജ്. 2 കൂട്ടർക്കും 6 ചാൻസ് ആണ് കിട്ടുക, 6 പ്രാവശ്യം എഴുതാം. OBC ആണെങ്കിൽ 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ എഴുതാം, മൊത്തം 9 ചാൻസ് കിട്ടും. എന്നാൽ SC ST ആണെങ്കിൽ 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ എഴുതാം. There is no number of chances in case of SC ST. അതായത് 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയും അവർക്ക് എഴുതാം. അവർക്ക് നമ്പർ ഓഫ് ചാൻസ് പറയുന്നില്ല UPSC. ബാക്കി 2 പേർക്കും മാത്രമേ നമ്പർ ഓഫ് ചാൻസസ് ഉള്ളൂ. 6 ചാൻസ് ജനറൽ കാറ്റഗറി, 9 ചാൻസ് SC, 9 ചാൻസ് OBC. ഇതാണ്. ഇതിനെ 3-നെ അനുസരിച്ചിരിക്കും എന്ത് ചെയ്യാൻ കട്ട് ഓഫ്.
ഇവരെ മൂന്നിനെ ബേസ് ചെയ്തിരിക്കും കട്ട് ഓഫ്. ഇപ്പൊ ഉദാഹരണം ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഇപ്പൊ ഒരു 130 ആണെങ്കിൽ OBCയുടെ കട്ട് ഓഫ് ചിലപ്പോൾ ഒരു 110 115 ആയിരിക്കും. SC/ST കട്ട് ഓഫ് ഒരു പക്ഷേ ഒരു 100 ആയിരിക്കും. ഉദാഹരണം എക്സാമ്പിൾ ഇതായിരിക്കും ഒരു അപ്രോക്സിമേറ്റ് കട്ട് ഓഫ്. കട്ട് ഓഫ് നമുക്ക് മുൻകൂട്ടി പ്രീ പ്ലാൻ ചെയ്യാനോ പ്രീ ഷെഡ്യൂൾ ചെയ്യാനോ പറ്റില്ല. കാരണം ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 8 ലക്ഷം മുതൽ 12 ലക്ഷം ആളുകൾ എഴുതും. കാരണം ഒരു 12 ലക്ഷം അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ 8 ലക്ഷം ആളുകൾ എഴുതുക, അല്ലെങ്കിൽ 9 ലക്ഷം ആളുകൾ എഴുതും. അപ്പൊ അതിൽ നിന്നും ഒന്നാം ഘട്ടമായ പ്രിലിംസിന്റെ കാര്യമാണ് ഈ 8 ലക്ഷം മുതൽ 12 ലക്ഷം ആളുകൾ. അതിൽ നിന്നും രണ്ടാം ഘട്ടമായ മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടി വെറും 12,000 ആളുകളൊക്കെ ഉണ്ടാവുക. മാക്സിമം 15,000, 12,000 ഒക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 10,000 ഉണ്ടാവുള്ളൂ. മൂന്നാം ഘട്ടമായ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വിളിക്കുക വെറും 4,000 ആളുകളെയാണ്. 4,000 ആളുകളെ വിളിക്കുക. അതിൽ ഈ ഫൈനൽ റിസൾട്ട് വരുമ്പോ വെറും 800 മുതൽ 1,100 ആളുകളെ മാത്രമാണ് ഒരു വർഷം സെലക്ട് ചെയ്യപ്പെടുന്നത്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്നു. പക്ഷെ ഒരു വർഷം സെൻട്രൽ ഗവൺമെന്റ് വേണ്ട ആളുകളുടെ നമ്പർ 800 to 1,100 or 1,200, മാക്സിമം 1,200. ഇപ്പൊ കുറവാണ്. ഇപ്പൊ 800, 850, 900 ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം, അതിന്റെ മുന്നത്തെ വർഷമൊക്കെ, കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം 793, 800 ഒക്കെ ഉള്ളൂ. ഞാൻ എക്സാം എഴുതിയ ഒരു സമയത്ത് 1,193, 1,190 ഒക്കെ ഉണ്ടായിരുന്നു, 1,196 ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യം ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മുന്നേ പോയ സമയത്തൊക്കെ അന്ന് 400, 500, 600 ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ച് കൂടി വന്നത്. കാരണം IASകാരുടെ റിക്വയർമെന്റ് കൂടുതലല്ലേ, സംസ്ഥാനങ്ങൾ പുതിയ വരികയല്ലേ, ബൈഫർക്കേഷൻ ഓഫ് സ്റ്റേറ്റ്, ട്രൈഫർക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലേ. തെലുങ്കാന, ആന്ധ്രാപ്രദേശിന് ഒരു പുതിയ കഷ്ണം ഉണ്ടാക്കി തെലുങ്കാന, ഉത്തർപ്രദേശിനെ വെട്ടി ഉത്തരാഖണ്ഡ് ഉണ്ടാക്കി, മറ്റേ മധ്യപ്രദേശിനെ വെട്ടി ഛത്തീസ്ഗഡ് ഉണ്ടാക്കി, അങ്ങനെ സ്റ്റേറ്റുകൾ ഇപ്പോ ബീഹാറിനെ വെട്ടി ജാർഖണ്ഡ് ഉണ്ടാക്കി. അങ്ങനെ സ്റ്റേറ്റുകൾ ഇങ്ങനെ ഓരോ ദിവസം മാറില്ലേ. ഇപ്പൊ ഉദാഹരണം ജമ്മു കാശ്മീരിനെ തന്നെ 2 സ്പേസ് ആക്കിയില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ സംസ്ഥാനങ്ങളിലും IASകാരുടെ റിക്വയർമെന്റ് സംസ്ഥാനങ്ങൾ കൂടി വരും. IASകാരും IPS. അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി NIA ഭാഗമായിട്ട് ഒരുപാട് IPSകാരുടെ റിക്വയർമെന്റ് കൂടിക്കൊണ്ടിരിക്കണം ഓരോ വർഷവും. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായോ? പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി മെയിൻസിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ആദ്യ പരീക്ഷ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ 130 ജനറൽ കാറ്റഗറി, OBC 110, SC/ST 100, അത് ക്ലിയർ ചെയ്യുന്ന ആളുകളെ മുഴുവൻ ഈ പറഞ്ഞ 12,000 പെടും. ക്ലിയർ ചെയ്യുന്നവരൊക്കെ ഈ 8 ലക്ഷം മുതൽ 12 ലക്ഷം ആളുകൾ എഴുതും. അതിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആളുകൾ മെയിൻസ് എഴുതും. കട്ട് ഓഫ് നോക്കുന്നത് ഒന്നാം പേപ്പറായ മെറിറ്റ് പേപ്പർ അനുസരിച്ചാണ്. മെറിറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കോണമി, എക്കോളജി, എൻവയോൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി, ജനറൽ സയൻസ്, ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കട്ട് ഓഫ് നോക്കി കട്ട് ഓഫ് കിട്ടിയവരെ മുഴുവൻ മെയിൻസ് എഴുതാൻ പിടിക്കുന്നു. മെയിൻസ് എഴുതാൻ ഈ പറഞ്ഞ പ്രിലിംസ് എഴുതിയ 10 ലക്ഷമോ 12 ലക്ഷമോ 8 ലക്ഷമോ എത്രയാണെന്ന് വെച്ചാൽ അത്രയും ആളുകൾ, ആ ആളുകളിൽ നിന്നും കട്ട് ഓഫ് ഉണ്ടാക്കി അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന വെറും 12,000, 10 to 15,000, 10 മുതൽ 15,000 ആളുകളെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആ സെലക്ട് ചെയ്ത ആളുകളാണ് ഈ മെയിൻസ് എഴുതുക. ഈ മെയിൻസ് എഴുതാൻ വെറും ഈ 8 ലക്ഷത്തിൽ നിന്നോ 10 ലക്ഷത്തിൽ നിന്നോ വെറും 12,000 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 12,000 പേര് മാത്രമേ മെയിൻസ് എഴുതുകയുള്ളൂ. മെയിൻസിനെ ഈസ് ഡിവൈഡ് ഇൻടു മെയിൻ സീരീസ് ഡിവൈഡ് ടു 2 കമ്പാർട്ട്മെന്റ്. മെയിൻസിനെ 2 കമ്പാർട്ട്മെന്റ് ആക്കിയിരിക്കുന്നു. 1 കമ്പാർട്ട്മെന്റ് ഈസ് പാർട്ട് എ ആൻഡ് കമ്പാർട്ട്മെന്റ് സെക്കൻഡ് ഈസ് പാർട്ട് ബി. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ നമ്മൾ പറയുക ക്വാളിഫയിങ് പേപ്പർ എന്നാണ്. ക്വാളിഫയിങ് പേപ്പറാ. കാരണം അവിടെ 2 പേപ്പർ ഉണ്ട്. ആ 2 പേപ്പർ ക്വാളിഫയിങ് ആണ്. ആ 2 പേപ്പർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് മിനിമം അറിയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ളവർക്ക് വേണ്ട. അത് നിങ്ങൾക്ക് കാണാം. നോർത്ത് ഈസ്റ്റ് ഏരിയയില്ലേ, നോർത്ത് ഈസ്റ്റ്, അവർക്ക് വേണ്ട. അത് നമ്മളെ പോലെയുള്ള ബാക്കിയുള്ള സംസ്ഥാനക്കാർക്ക് മതി. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 7 സിസ്റ്റേഴ്സിൽ പെട്ടവർക്ക് വേണ്ട. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ
ഞാൻ പറയാം, ക്വാളിഫയിങ് പേപ്പറിൽ 2 പേപ്പർ, 2 പേപ്പേഴ്സ്. ദാറ്റ് ഈസ് വൺ ഈസ് ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇന്ത്യൻ ലാംഗ്വേജ്. ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട 22 ഭാഷകളുണ്ട്. മലയാളവും ഹിന്ദിയും തമിഴും തെലുഗും കന്നഡയും ഉറുദുവും ഒക്കെ അതിൽപ്പെട്ടതാണ്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക 8th ഷെഡ്യൂളിൽ പറയുന്ന 22 ലാംഗ്വേജ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാം പട്ടികയിൽ പറയുന്ന 22 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇന്ത്യൻ ലാംഗ്വേജ്. മലയാളി സാധാരണ മലയാളമാണ്. ഇനി മലയാളം അറിയാത്ത ഹിന്ദി പഠിച്ചാണ് ഹിന്ദി, തമിഴിലാണ് വളർന്നെങ്കിൽ അവർ തമിഴ് സെലക്ട് ചെയ്യും. അതായത് ഒരു ഭാഷയെ പറ്റി നിങ്ങൾക്ക് മിനിമം നോളജ് ഉണ്ടോ, മിനിമം പ്രൊഫിഷ്യൻസി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ 2 പേപ്പറുകൾ, ഇംഗ്ലീഷിലും ഇന്ത്യൻ ലാംഗ്വേജിലും. അതാണ് ഫസ്റ്റ് പേപ്പർ, അല്ല ഫസ്റ്റ് പാർട്ട്. ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് ആണ്. 33% മാർക്ക് ഉണ്ടായാൽ മതി. 33% മാർക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. അതിൽ 300 മാർക്കിന്റെ 2 പേപ്പർ, 100 മാർക്ക് സ്കോർ ചെയ്യുക. അതാണ് എൻ്റെ ഉദ്ദേശം. 2ാം ഘട്ടമായ കമ്പാർട്ട്മെന്റ് ബി എന്ന് പറഞ്ഞാൽ അതിനെ മെറിറ്റ് പേപ്പർ എന്നാ പറയാം. മെറിറ്റ് പേപ്പർ ഇതാണ് നിങ്ങളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണോ വേണ്ടേ എന്ന് ഡിസൈഡ് ചെയ്യുന്ന സെക്ഷൻ. ഇതാണ് ഇതില് ആദ്യം വരുന്നതാണ് ജനറൽ എസ് എ. ഈ ഏരിയയിൽ കംപ്ലീറ്റ് 7 പേപ്പർ ഉണ്ടാവും. 7 × 250, 250 മാർക്കിന്റെ 7 പേപ്പറാണ്. മൊത്തം 1750. 1750 മാർക്കാണ് ഇവിടെ ടോട്ടൽ വരിക. 1750 മാർക്കാണ്. ഇതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാറ്റഗറിക്കും കട്ട് ഓഫ് ഉണ്ടാക്കുക. 3 കാറ്റഗറിയുടെയും കട്ട് ഓഫ് ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ്. 1750 മാർക്കാണ് ടോട്ടൽ മാർക്ക്. 250 മാർക്കിന്റെ 7 പേപ്പർ, 7 × 250 അല്ലെങ്കിൽ 250 × 7. ഇതാണ് ഇതിന്റെ ഒരു സ്കീം. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ എസ് എ എന്ന് പറഞ്ഞാൽ 250 മാർക്കിന്റെ ഒരു സിംഗിൾ എസ് എ വരാം. ഒരു പക്ഷേ 250 × 1 വരാം, അല്ലെങ്കിൽ 125 × 2 വരാം. എങ്ങനെയും ചോദിക്കാം. സാധാരണ ഇപ്പോ 2 സെക്ഷൻ ആയിട്ടാണ് ചോദിക്കാറില്ല. ഇപ്പൊ എങ്ങനെ ചോദിക്കാറെന്ന് വെച്ചാൽ 2 കമ്പാർട്ട്മെന്റ് ആയിരിക്കും. ഒരു 4 എസ് എ, 4 എസ് എ കമ്പാർട്ട്മെന്റ് എയിലും 4 എസ് എ കമ്പാർട്ട്മെന്റ് ബിയിലും 2 ഭാഗത്തുനിന്നും ഓരോന്നെടുത്ത് എഴുതാൻ പറഞ്ഞിട്ട് 125ന്റെ 2 എണ്ണമാണ് വരാറുള്ളത്. ഇപ്പൊ റീസെന്റ് അങ്ങനെ 250യുടെ 1 വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു 6 എസ് എ തന്നിട്ട് 250ക്ക് ഒരു 1 അങ്ങോട്ട് എഴുതാൻ പറയും. അല്ലെങ്കിൽ 4 സെക്ഷൻ എ സെക്ഷൻ ബി 4, 2 ഓരോന്ന് എടുത്തിട്ട് 125ന്റെ 2 എഴുതാൻ പറയും. ഏതെങ്കിലും ഒന്ന് എഴുതുക, ഏതെങ്കിലും ഒന്ന് 2 സൈഡിൽ നിന്നും ഓരോന്ന് എഴുതുക. അപ്പൊ ഈ 2 തരത്തിലും ചോദിക്കാം. അപ്പം പറഞ്ഞ മനസ്സിലായോ? എസ് എ എന്ന് പറഞ്ഞാൽ കണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ച്, ഉദാഹരണം പാർലമെന്റിനെ കുറിച്ച് ചോദിക്കാം, ജുഡീഷ്യറിയെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ GST കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെഗാസസിനെ കുറിച്ച് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഒരു 10-25 എസ് എ നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. ഇതാണ് ഇതിന്റെ സ്കീം. അതാണ് ജനറൽ എസ് എ. അപ്പോ ഇതാണ് ഈ സെക്ഷനിലെ ആദ്യത്തെ പേപ്പർ. സെക്കൻഡ് പേപ്പറിനെ പറയുന്ന പേരാണ് GS പേപ്പർ 1. GS പേപ്പർ 1 എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി. ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് പേപ്പർ 1ൽ വരുന്നത്. അതില് ഇന്ത്യൻ ഹിസ്റ്ററിയും വരാം, വേൾഡ് ഹിസ്റ്ററിയും വരും. ഇതിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും വരും, വേൾഡ് ജോഗ്രഫിയും വരും. GS പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി വരും, അതിൽ ഇന്ത്യൻ ഹിസ്റ്ററിയും വരും, വേൾഡ് ഹിസ്റ്ററിയും വരും. രണ്ടിനും കൃത്യമായ സിലബസ് ഉണ്ട്. എന്തൊക്കെയാണ് സിലബസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് ഡിസ്ക്രൈബ്ഡ് ആണ്, കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്താണ് ചോദ്യം വരിക, വേൾഡ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് വരുന്നത്, സിലബസ് കൃത്യമായി തന്നെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. പിന്നെ അടുത്തതാണ്, അതും ഇതുപോലെ തന്നെ 250 മാർക്കിന്റെ ഒരു പേപ്പർ. ഇത് രണ്ടും കൂടെ, ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ 250 മാർക്കിന്റെ ഒരു പേപ്പർ. അതില്
10 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് 25 എണ്ണം. അതാണ് കണക്ക്. 2-ൽ നിന്നും 25 എണ്ണം വരും. 25 ചോദ്യങ്ങൾ 10 മാർക്കിന്. 25 × 10 250 മാർക്ക്. അടുത്തത് GS പേപ്പർ 2. മൂന്നാമത്തെ പേപ്പർ GS എന്നാണ് ഇതിനെ പറയുന്നത്. GS പേപ്പർ 2 എന്നാണ്. ഇതിലാണ് വരുന്ന എന്ത്? ഇന്ത്യൻ പോളിറ്റിയും വരും. ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് ഇന്റർനാഷണൽ റിലേഷൻ, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഇന്ത്യാസ് ഇന്റർനാഷണൽ റിലേഷൻ എന്നാണ് ആ പേപ്പർ. ഇന്ത്യയുടെ വിദേശ ബന്ധം. ഇന്ത്യാസ് റിലേഷൻഷിപ്പ് വിത്ത് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അത് ഇന്റർനാഷണൽ റിലേഷനാണ്. പക്ഷെ ഈ GS പേപ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്റർനാഷണൽ റിലേഷനും വരും. പക്ഷെ കൂടുതൽ ചോദ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി പേപ്പർ 4. പേപ്പർ 4 എന്ന് പറഞ്ഞാൽ GS പേപ്പർ 3 എന്ന് അതിന് പറയാം. 4ാമത്തെ പേപ്പർ. പക്ഷെ പേപ്പറിന്റെ പേര് GS പേപ്പർ 3. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്കോണമി വരിക. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി. അതോടൊപ്പം തന്നെ അതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് എക്കോളജി, എൻവയൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി, പിന്നെ അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. ഡിസാസ്റ്റർ മാനേജ്മെന്റും വരും, സെക്യൂരിറ്റിയും വരും. അപ്പോൾ എക്കോളജി വരും, എക്കോണമി വരും, സയൻസ് ആൻഡ് ടെക്നോളജി വരും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരും, അതുപോലെ തന്നെ സെക്യൂരിറ്റിയും വരും. ഇത്രയും വരുന്ന പേപ്പറാണ് GS പേപ്പർ 3. അതും 250 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 250 മാർക്കാണ് മാക്സിമം മാർക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞ 25 ചോദ്യങ്ങൾ 10 മാർക്ക്. എല്ലാം 10 മാർക്കിനായിരിക്കും. ചിലത് മാത്രമാണ് 15 മാർക്കിനോ 12 മാർക്കിനോ ചോദിച്ചെങ്കിലാവുക. ഇനി അടുത്ത ഒരു പേപ്പറാണ് GS പേപ്പർ 4 എന്ന് വെച്ചാൽ 5ാമത്തെ പേപ്പർ. 5ാം പേപ്പറാണ് GS പേപ്പർ 4. അതിന് പറയുന്ന പേരാണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പേപ്പർ UPSC 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പേപ്പറാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ സിവിൽ സർവീസിലെ കറപ്ഷൻസ് മാക്സിമം ഒഴിവാക്കി കറപ്റ്റ് ഫ്രീ ഇന്ത്യ എന്നുള്ള അജണ്ടയുമായിട്ട് UPSC ഒരു റിവൈസ്ഡ് പാറ്റേൺ 2013 കൊണ്ടുവന്നാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഒക്കെ കുറെ കാലമായിട്ടുള്ള പല കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ പേപ്പർ GS പേപ്പർ 4. ടോട്ടൽ നമ്പർ ഓഫ് പേപ്പർ 5. 5ാമത്തെ പേപ്പറാണ്. പക്ഷെ പേപ്പറിന്റെ പേര് GS പേപ്പർ 4. അതിൽ വരുന്നതാണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. എത്തിക്സും ഇന്റഗ്രിറ്റിയും ആപ്റ്റിറ്റ്യൂഡും ആണ്. ഈ എത്തിക്സും ഇന്റഗ്രിറ്റിയും ആപ്റ്റിറ്റ്യൂഡും എന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങൾ എഴുതി വരുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും. അത്തരത്തിൽ നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും. മുൻകൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ല. ഇതാണ് ഇതിന്റെ 5ാമത്തെ പേപ്പർ. ഇനി നമ്മൾ പേപ്പർ 6 and 7 എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷണൽ ആണ്. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐച്ഛിക വിഷയം, ഒരു വിഷയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ, മലയാളം ലിറ്ററേച്ചറോ, സോഷ്യോളജിയോ, ഹിസ്റ്ററിയോ, ജോഗ്രഫിയോ, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷനോ, ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത്തരത്തിലൊരു പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് UPSC കൃത്യമായിട്ട് സിലബസ് എന്താണെന്നും എന്താണ് പഠിക്കേണ്ട സിലബസിൽ ഉൾപ്പെട്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് UPSC. ആ സിലബസ് നോക്കി നിങ്ങൾക്ക് ഒരു ഐച്ഛിക വിഷയം തിരഞ്ഞെടുക്കാം. ഇപ്പൊ മലയാളമാണെങ്കിൽ മലയാളത്തിന് പേപ്പർ 1 പേപ്പർ 2 ഉണ്ടാവും. പേപ്പർ 1 and പേപ്പർ 2 ഉണ്ടാവും. ഈ പേപ്പർ 1 ഹിസ്റ്ററി ഓഫ് മലയാളം ലാംഗ്വേജ് ഉണ്ടാവുക. പേപ്പർ 2 ലിറ്ററേച്ചർ ഓഫ് മലയാളം ലാംഗ്വേജ് ഉണ്ടാവും. ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിനെല്ലാ പേപ്പറുകൾക്കും 250 മാർക്കാണ്. എല്ലാം 250 മാർക്കാണ് വരിക. 250 മാർക്കാണ് എല്ലാം വരിക. അങ്ങനെ മൊത്തം ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 1750 മാർക്കാണ് വരിക. 1750 മാർക്കാണ് ഈ മെയിൻ സെക്ഷനിൽ നിന്ന് വരിക. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന അവസാന കടമ്പയ്ക്ക് വരുന്ന മാർക്ക് 275 ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഇതിലുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണ് ക്വാളിഫൈ എന്നുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ മെയിൻ പരീക്ഷ എഴുതിയ ജനറൽ കാറ്റഗറി ഉണ്ടാവും, OBC ഉണ്ടാവും, SC ST ഉണ്ടാവും. ഇപ്പോ
ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഇപ്പൊ ഒരു ഉദാഹരണം ഒരു 800 ആണെന്ന് വിചാരിക്കുക. അപ്പോ ഒ ബി സിയുടെ കട്ട് ഓഫ് ഈ 1750 ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 1750 ആണ് നമ്മളുടെ 1750 ആണ് നമ്മളുടെ മെയിൻസിന്റെ മാക്സിമം മാർക്ക്. അതിലിപ്പോ കട്ട് ഓഫ് ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 12,000 ആളുകൾ എഴുതിയ മെയിൻ പരീക്ഷയിൽ നിന്നും വെറും 4,000 ആളുകളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇന്റർവ്യൂവിന് വിളിക്കുള്ളൂ. അതിൽ 1000 ആളുകൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ട, അതായത് 12,000 ഫിൽട്ടർ ചെയ്ത് 1/3 ആക്കണം. അപ്പോഴല്ലേ 4,000 ആവുള്ളൂ. ഈ 4,000 ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി UPSC ഉണ്ടാക്കുന്ന ഒരു ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ആ സിസ്റ്റം പ്രകാരം ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് 800 ആണ്. OBCയുടെ കട്ട് ഓഫ് ഒരു 650 ആണെന്ന് വിചാരിക്കുക. SC/STയുടെ കട്ട് ഓഫ് ഒരു 500 ആണെന്ന് വിചാരിക്കുക. ഇതാണെന്ന് വിചാരിക്കുക. ഇത്രയും സ്കോർ ചെയ്ത ആളുകൾക്ക് UPSC ഉദ്ദേശിക്കുന്ന കട്ട് ഓഫ് എത്തിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉദാഹരണം ഇപ്പോ രാഹുൽ എന്ന് പറയുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഇതിലത്തെ ആരുടെയും ഒരാളുടെ പേര് പറഞ്ഞേ, എനിക്ക് ഈ പേരൊന്നും ഓർമ്മ നിൽക്കില്ല. ഏഞ്ചൽ. ഏഞ്ചലെ ഓക്കെ, രാഹുൽ വേണ്ട, ഏഞ്ചലാക്കി. ഏഞ്ചലാണ് 2022 UPSCയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഏഞ്ചൽ ഏത് കാറ്റഗറി? ജനറൽ കാറ്റഗറി ആണോ, OBC ആണോ, SC/ST ആണോ? ജനറൽ കാറ്റഗറി. അപ്പോ ഏഞ്ചൽ ഇപ്പോ 1750 മാർക്കല്ലേ ടോട്ടൽ മാർക്ക്, മാക്സിമം മാർക്ക് ഓഫ് ഇതിലത്തെ അല്ലെ? 1750 മാർക്കാണ്. ഈ 1750 മാർക്കാണ് മെയിൻസിന്റെ മാക്സിമം മാർക്ക്. ഈ 1750 മാർക്കിൽ നിന്നും ഉദാഹരണം 1750 മാർക്കിൽ നിന്നും ഏഞ്ചൽ 900 മാർക്ക് സ്കോർ ചെയ്തു അല്ലെ? ഉദാഹരണം സപ്പോസ്. അപ്പൊ 900 മാർക്ക് സ്കോർ ചെയ്തു ഏഞ്ചൽ. അപ്പൊ ഏഞ്ചൽ 800 മുകളിലായി. 800 ആൻഡ് എബോവ് ഉള്ളവർക്ക് മുഴുവൻ എന്ത് ചെയ്യാം? ജനറൽ കാറ്റഗറിയിൽ 800 അതിൽ കൂടുതൽ വാങ്ങിയാൽ പേഴ്സണാലിറ്റി ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാം. അപ്പോ ഏഞ്ചൽ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി പോകുന്നു. പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ മാക്സിമം മാർക്ക് എത്ര? 275. അപ്പോ ഏഞ്ചൽ അറ്റൻഡ് ചെയ്യുന്നു. ലിസൺ കെയർഫുള്ളി. ഏഞ്ചൽ അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഏഞ്ചൽ വാങ്ങിയ സ്കോർ 200 ആണെന്ന് വിചാരിക്കുക. ഏഞ്ചലിന് ഇന്റർവ്യൂ ബോർഡിന് ഇംപ്രസ് ചെയ്യാൻ പറ്റിയാൽ ഏഞ്ചലിന് ഇപ്പൊ 200 മാർക്ക് കിട്ടി. അപ്പൊ ഏഞ്ചലിന്റെ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും? എത്ര പറഞ്ഞോ? 900 ആണ്. 1100 ആണ് ഏഞ്ചലിന്റെ സ്കോർ ചെയ്ത മാർക്ക്. സ്കോർ അല്ലേ? അപ്പോ 1100 കിട്ടിയ ആളുകളെ സെലക്ട് ചെയ്താൽ എന്ത് ചെയ്തു? ഏഞ്ചൽ ഈസ് ഇൻ. ഏഞ്ചൽ ക്വാളിഫൈ ചെയ്തു. ഏഞ്ചൽ സർവീസ് കിട്ടി. എന്നാൽ 1101 ആള് വരെ എടുത്തിട്ടുള്ളൂവെങ്കിൽ 1101 ആളെ വരെ എടുത്തിട്ടുള്ളെങ്കിൽ ഏഞ്ചൽ ഔട്ടായി. ഏഞ്ചൽ വീണ്ടും എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇയറിൽ വീണ്ടും പ്രിപ്പയർ ചെയ്ത് എഴുതണം. ഞാൻ പറഞ്ഞതിന്റെ ഐഡിയ മനസ്സിലായോ എല്ലാവർക്കും? ഈ കേൾക്കുന്നവർക്ക് മുഴുവൻ മനസ്സിലായി. നിങ്ങളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് സൗണ്ട് ഇല്ലാതെ ഞാൻ ഇരിക്കുന്ന പോലെ ഡോറൊക്കെ അടച്ച് ലോക്ക് ചെയ്ത് സമാധാനത്തിലിരിക്കുക. നമ്മളുടെ കോൺസെൻട്രേഷൻ വളരെ എസെൻഷ്യൽ ആണ്. നമ്മൾ അതും ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആൾക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അയാൾ വളരെയധികം കോൺസെൻട്രേറ്റ് ആയിരിക്കും. അയാൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ അയാൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. അത്തരത്തിലൊരു കോൺസെൻട്രേഷൻ ഇസ് വെരി എസെൻഷ്യൽ വൈൽ പ്രിപ്പയറിംഗ് IAS. IASന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ വളരെയധികം കോൺസെൻട്രേറ്റ് ആയിരിക്കണം. അയാൾ ചെയ്യുന്ന പണി, ബാക്കി അവിടെ എന്ത് നടന്നാലും വേണ്ട, ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് ആ ചെയ്യുന്ന കാര്യം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യം വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ഈ പറയുന്നതിന് മറുപടി എന്നോണം പറയാ. ഇതിന്റെ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തി. ഇനി പേടിക്കൊന്നും വേണ്ട. അവിടെ കോർഡിനേറ്റർ ചീത്ത പറയുന്നില്ല. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്യ്.
അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ചോദിക്കുന്നതിനുള്ള കുറച്ച് മറുപടിയൊക്കെ എനിക്ക് കിട്ടണം. അപ്പൊ ടോട്ടൽ മാർക്ക് ഏഞ്ചൽ സ്കോർ ചെയ്തത്, ഏഞ്ചലിന്റെ സ്കോർ 1100. 1100 മാർക്ക് കിട്ടിയവരെടുത്തു എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഇന്നായി. 1101 വരെ എടുത്തിട്ടുള്ളൂ. അതായത് 1101 വരെ ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഏഞ്ചൽ എന്തായി? ഔട്ടായി. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും നമ്മളൊരു ഫ്രഷ് കാൻഡിഡേറ്റിനെ പോലെ വീണ്ടും പരീക്ഷ എഴുതണം. അപ്പോ ഇതിന്റെ ഒരു അവസാനത്തിലേക്കാണ് ഞാൻ ഈ എത്തിച്ചേ. ഞാൻ പറഞ്ഞു വന്ന് എങ്ങോട്ടെത്തി? ഇവിടെ എത്തി. ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കണേ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. ഒരു ഡൗട്ടും ഇല്ലേ? എല്ലാം ഒരു ദിവസം കൊണ്ട് മനസ്സിലായി. എല്ലാവരും IAS കാരുമായി. പറഞ്ഞോ, സംശയങ്ങളുണ്ടോ? ഇനി ഒരു സംശയമില്ലേ? എടാ ചോദിച്ചോ. ഇനി മറ്റാരെങ്കിലും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഈ ചോദിക്കുന്നവർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ മിണ്ടാണ്ടിരിക്കുന്നവർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മിണ്ടാണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്നും മനസ്സിലായില്ല. ചോദിക്കാനുള്ള മടി കൊണ്ട് ചോദിക്കാത്തതാണ്. ചോദിച്ചോ. ഹലോ, പറഞ്ഞോ. നമ്മൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? അത് നമ്മൾ ഇപ്പൊ തന്നെ അതിനെപ്പറ്റി വല്ലാണ്ട് ചിന്തിക്കണ്ട. കാരണം പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഇപ്പൊ നമുക്കിപ്പോ മെയിൻസ് ക്വാളിഫൈ ചെയ്ത് ഇന്റർവ്യൂ ലെറ്റർ, പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ലെറ്റർ നമുക്ക് റിസൾട്ട് വന്നെന്ന് വിചാരിക്കുക. നമുക്കൊരു 5 or 10 സ്ഥലത്ത് നമുക്ക് നിർബന്ധമായിട്ടും ഒരുപാട് അക്കാഡമികൾ ഫ്രീ ആയിട്ടും അല്ലാതെയും നമുക്ക് മോക്ക് ടെസ്റ്റുകൾ തരും. അപ്പൊ നമുക്ക് അതിൽ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെ, പെർഫോം ചെയ്യേണ്ടത് എങ്ങനെ, നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ, നമ്മളെ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്. കാരണം പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ നോളജ് ടെസ്റ്റിംഗ്. അതൊരിക്കലും ഒരു അറിവ് ടെസ്റ്റിംഗ് അല്ല. അത് ആക്ച്വലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു, നിങ്ങൾ ചോദ്യത്തിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ, നിങ്ങൾ കൂളായിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ചോദ്യങ്ങളുടെ ഉത്തരം അറിയോ, നിങ്ങളുടെ നോളജിന്റെ ഡെപ്ത് എങ്ങനെയാണ്, വോളിയം എങ്ങനെയാണെന്ന് എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ദേ ആർ ടെസ്റ്റിംഗ് യുവർ പേഴ്സണാലിറ്റി. അതുകൊണ്ടാണ് അതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ദാറ്റ് ഈസ് നോട്ട് എൻ ഇന്റർവ്യൂ. അതൊരു പേഴ്സണാലിറ്റിയെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറയുന്ന IAS കാരൻ 2011 IAS ക്വാളിഫൈ ചെയ്യുന്നത്. 2011 അദ്ദേഹം ക്വാളിഫൈ ചെയ്യുന്നത്. അദ്ദേഹം ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ച ആളാണ്. അദ്ദേഹം ഇന്ന് നാഗാലാൻഡിലെ ഡിസ്ട്രിക്ട് കളക്ടറാണ്. മുഹമ്മദ് അലി ശിഹാബ് ഫ്രം മലപ്പുറം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ ക്രൈസിസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടു. അദ്ദേഹം ഒരു ഓർഫനേജിലാണ് വളർന്നതൊക്കെ. അപ്പോ ഈ ഓർഫനേജിൽ നിന്നും IASലേക്ക് എത്തിയ വളരെ സന്തോഷമായിരുന്നു. 2011-12 ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് IAS കിട്ടിയതിനു ശേഷം എന്നെ കാണാൻ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് ചോദിച്ചൊരു വിചിത്രമായ ചോദ്യം എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറയുന്ന പേരിലെ ഏറ്റവും എളുപ്പത്തിലും നിങ്ങളെ എല്ലാവരും എളുപ്പത്തിലും വിളിക്കുന്ന പേരെന്താണെന്നാ ചോദിച്ചത്. അപ്പൊ സാധാരണ മുഹമ്മദ് അലി ശിഹാബിലെ ശിഹാബ് എന്ന് പറയുന്ന വാക്കാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ പേരിലെ മുഹമ്മദ് അലി ശിഹാബിലെ ഏറ്റവും ചെറിയ പേര് ഏതാണ്? അലി എന്ന വാക്കാണ്. അപ്പൊ അവിടെ അവസരോചിതമായി അദ്ദേഹം പറഞ്ഞു, എന്നെ അലി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, ആ പേര് തന്നെയാണ് എൻ്റെ പേരിലെ ഏറ്റവും ഈസിയായി വിളിക്കാവുന്ന ഭാഗം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മറുപടി, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ റിപ്ലൈ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പേഴ്സണാലിറ്റിയിൽ നിന്നും എന്തു വരുന്നു, എന്താണ് നമ്മളെ പേഴ്സണാലിറ്റി. നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ അതിന്റെ ബാക്കി ചോദ്യങ്ങൾ പിന്നീട് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും തമ്മിൽ കോൺട്രാഡിക്ഷൻ വരുന്നുണ്ടോ എന്നൊക്കെയാണ് ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ ഒരിക്കലും ഒരു ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടോ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല നമ്മളെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി വിളിക്കപ്പെടുന്നത്. നമ്മളിലുള്ള യഥാർത്ഥ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലേ എന്നാണ് UPSC ടെസ്റ്റ് ചെയ്യുന്നത്.
അപ്പോ ഞാൻ പറഞ്ഞതിന്റെയൊക്കെ ഏകദേശം അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാം. കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ഒരുവിധമൊക്കെ ക്ലിയർ ആണ്. നമ്മൾക്ക് ഡയറക്റ്റ് ക്ലാസ് കിട്ടിയാൽ, ഇപ്പൊ നമ്മൾ നാളെ മുതൽ സ്കൂളൊക്കെ ഓപ്പൺ ആവുകയാണ്, അപ്പൊ നമുക്ക് ഇതുപോലെ ക്ലാസ്സുകളൊക്കെ നടത്താം. ക്ലാസ്സുകളൊക്കെ നെക്സ്റ്റ് വീക്കിലൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്താൽ ഞാൻ വന്ന് ക്ലാസ് എടുക്കാം. അത് ഈ ക്ലാസ് എടുത്തതിന്റെ 3 ഇരട്ടി ഗുണമാണ്. അതിന്റെ വൈബ്രൻസിയും അതിന്റെ ഒരു റേഞ്ചും വേറെ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നും. അതാണ് നമ്മളുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ IAS പ്രിപ്പയർ ചെയ്ത ആളെ കിട്ടാത്തതുകൊണ്ടല്ലല്ലോ ഇപ്പൊ എന്നെ വിളിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായി ക്ലാസ് എടുക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടും ഉറപ്പ് കൊണ്ടുമല്ലേ? ആണോ? എന്താ ഉറപ്പില്ലാത്തത്? ഞാൻ നിർത്തി പോണോ? അപ്പോ എന്നോടുള്ള വിശ്വാസം കൊണ്ടും ഉറപ്പ് കൊണ്ടും നിങ്ങൾ എത്രയും ദൂരത്തുള്ള, ഞാൻ ഏകദേശം നിങ്ങളെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറത്താണ്, 100ന്റെ മേലെ വരും. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അത്രയും ദൂരത്തുനിന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇത്രയും ദൂരത്തുള്ള ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തണമെങ്കിൽ അതിന് റീസൺ ഉണ്ടായിരിക്കും. ഏറ്റവും നന്നായി ക്ലാസ് എടുക്കുന്ന, ഏറ്റവും എഫക്റ്റീവായ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ വിളിക്കുന്നത്, ഇപ്പോഴും എന്നെ വിളിക്കുന്നത്? ഞാൻ ഈ ഫീൽഡിൽ ഏകദേശം ഒരു 11 വർഷത്തോളം കഴിഞ്ഞു. 11-12 വർഷത്തോളമായി. ഞാൻ 2010 ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. 2010-9 ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്റെ ശേഷം വന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തി എനിക്കൊരു അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, നന്ദിയുണ്ട്. അപ്പോ അത് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായിട്ടുള്ള പോയിന്റ് ആണ്. IAS എക്സാമിനേഷന് എഴുതുന്ന ഒരാൾക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് കൂടാതെ തന്നെ PSC നടത്തുന്ന അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ആ റേഞ്ചിൽപ്പെട്ട എല്ലാ പരീക്ഷകളും എഴുതാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഉദാഹരണം, ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതാൻ പറ്റും. അതിന്റെ സിലബസും ഇതിന്റെ സിലബസും ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നടത്തുന്ന സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ACIO, അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ പോലെയുള്ള UPSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, ഡിഗ്രി ലെവൽ പോലെയുള്ള എക്സാമിനേഷൻ ഒക്കെ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇതിലൂടെ രൂപപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. യഥാർത്ഥ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ കുറെ ഗുണങ്ങൾ ഇതിലൂടെ കിട്ടും. അപ്പോ അതും കൂടെ ഇതിൽ നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലികൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI നടത്തുന്ന പരീക്ഷകൾ, പിന്നെ UPSCയുടെ തന്നെ സെൻട്രൽ പോലീസ് ഫോഴ്സ് CPF, അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതി വിജയിക്കാൻ ഈ ഒരു പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് സാധ്യമാകും 100%. നിങ്ങൾ വളരെ സിൻസിയർ ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേണിംഗ് ഡിസയറോട് കൂടിയിട്ടാണ്, ഒരു പെർഫെക്റ്റ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും വിജയം ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾ സിൻസിയർ അല്ലാതെ ഉള്ളൊരു വരവ് ഇതിലേക്ക് വരരുത്. ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, സിൻസിയർ ആവണം. ഇത് കിട്ടാൻ വേണ്ടി മെനക്കെട്ട് വരുന്നവരാവണം. സത്യസന്ധമായി ഇത് ക്വാളിഫൈ ചെയ്യാന്നുള്ള ഉദ്ദേശമായിട്ടായിരിക്കണം വരേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും വിജയം ഉറപ്പാണ്. അപ്പോ ഈ നെപ്പോളിയന്റെ ഒരു വാക്കുണ്ട്, നെപ്പോളിയൻ പറയുകയാണ്, അത് ഇൻ ബോൺ ഐ എം ആൻ ഓർഫൺ, ഇൻ പ്രൊഫഷൻ ഐ എം എ സോൾജിയർ, ഇൻ ഹാർഡ് വർക്ക് ഐ എം ആൻ എംബർ ഓഫ് ഫ്രാൻസ്, ഐ എം ആൻ എംബർ ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അതായത് ബൈ ബർത്ത്, അതായത് ഇൻ ബോൺ ഐ എം ആൻ ഓർഫൺ, അതായത് ഒരു അനാഥനായിക്കൊണ്ടാണ് ഞാൻ ജനിക്കുന്നത്. പക്ഷെ ഇൻ പ്രൊഫഷൻ ഐ എം എ സോൾജിയർ, പ്രൊഫഷൻ കൊണ്ട് ഞാൻ സോൾജിയർ ആണ്. പക്ഷെ ഹാർഡ് വർക്കിൽ ഞാൻ ഫ്രാൻസിലെ ചക്രവർത്തിയുടെ തുല്യനാണ്.
എന്റെ ഒപ്പം ആരെങ്കിലും ഹാർഡ് വർക്കിന്റെ കാര്യത്തിൽ ഉണ്ടാവുമെങ്കിൽ അത് ഫ്രഞ്ചിലെ ചക്രവർത്തി മാത്രമാണ്. ദാറ്റ്സ് വൈ ഐ കെയിം ടു ദി ത്രോൺ ഓഫ് ഫ്രഞ്ച് എംപറർ അറ്റ് ദ ഏജ് ഓഫ് 32 എന്ന് പറയുന്നത്. 32ാമത്തെ വയസ്സിൽ ഫ്രഞ്ച് എംപറർ എന്ന് പറയുന്ന ആ ചക്രവർത്തിയുടെ കസാരയിലേക്ക് ഞാൻ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹാർഡ് വർക്ക് മാത്രമാണ്. നത്തിങ് ബട്ട് മൈ ഹാർഡ് വർക്ക് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെയാണ് ജീവിതത്തിലെ വിജയം. നമ്മൾ ഒന്നിനു വേണ്ടി മെനക്കെട്ടിറങ്ങിയാൽ ആദ്യം കുറച്ച് ക്രൈസിസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആദ്യം എതിർപ്പുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ പിന്നെ വരുമ്പോൾ ഭൂമി തന്നെ നിങ്ങൾക്ക് വേണ്ടി കോപ്പ് കിട്ടും. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന കഥയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ ആദ്യം എന്തായിരിക്കും? ഒരു എതിർപ്പുകളായിരിക്കും ഉണ്ടാവുക. പക്ഷെ വീണ്ടും 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 നിങ്ങൾ അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ ഭൂമി തന്നെ നിങ്ങൾക്ക് വേണ്ടി കോപ്പുകൂട്ടുമെന്നാ പറയുന്നത്. അതുപോലെയാണ് ജീവിതത്തിലെ വിജയങ്ങൾ. നിങ്ങൾ ഇന്ന് ഉന്നത സ്ഥാനത്ത് എത്തി നിൽക്കുന്ന, ഇന്ന് ഇന്ത്യയുടെ തലപ്പത്തിൽ നിൽക്കുന്ന, ഇന്ന് സാമ്പത്തികത്തിന്റെ തലപ്പത്തിൽ നിൽക്കുന്ന എല്ലാ ആളുകളിലേക്കും നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, സീറോയിൽ നിന്നും വന്നവരാണ് അവരൊക്കെ. സീറോയിൽ നിന്നും വിജയത്തിലേക്ക് എത്തിയവരാ, സീറോയിൽ നിന്നും ഹീറോ ആയവരാണൊക്കെ. അപ്പൊ അതുപോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഒരു ഡെഡിക്കേഷൻ തന്നെയാണ്. ഒരു ഡെഡിക്കേഷനിലൂടെ, ഒരു സിൻസിയർ ഹാർഡ് വർക്കിലൂടെ വിജയിക്കാൻ കഴിയും എല്ലാവർക്കും. അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? സംശയങ്ങളൊന്നുമില്ല, പറഞ്ഞോ. സംശയമുണ്ടോ? നിങ്ങൾ മൊത്തം ഈ 40 ഇത്രയും ആളുകളൊക്കെ പോയോ? ആൾക്കാരൊക്കെ പോയല്ലോ, കുറെ ആൾക്കാര്. 33 ആളെ, 42 ആളുള്ളത് ഇപ്പൊ 33 ആയോ? PSC എക്സാമിന് ഈ സിലബസ് തന്നെയാണോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അല്ല, PSC എക്സാമിനേഷന്റെ സിലബസ് വ്യത്യാസമുണ്ട്. അവർക്കും ഇവർക്കും സെപ്പറേറ്റ് സിലബസ് തന്നെയാണ്. പക്ഷെ കേരള PSCയുടെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷന്റെ സിലബസും UPSCയുടെ സിലബസും കൂടെ വളരെയധികം സാമ്യമുണ്ട്. അതുകൊണ്ട് ഇതിൽ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ അതിൽ നമുക്ക് ഉപകാരപ്പെടുത്താം. അതിൽ പറയുന്ന അഡീഷണൽ കാര്യങ്ങളും അതിൽ പറയുന്ന ഇതിൽ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ അപ്പൊ ഒഴിവാക്കിയാൽ മാത്രം മതി എന്നാണ് അർത്ഥം. PSCയുടെ സിലബസും UPSCയുടെ സിലബസും, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിലബസും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് PSCയുടെ സിലബസും രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ട് ഓർഗനൈസേഷനിലല്ലേ ഇറക്കുന്നത്. അതുകൊണ്ട് ഇതും അതും ഒന്നല്ല. എന്നാൽ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കോണമിയും കറണ്ട് അഫയേഴ്സും ഒക്കെ തന്നെയാണ്. വ്യത്യാസങ്ങളില്ല എന്നർത്ഥം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സിലബസ് കിട്ടുമ്പോൾ ഇതിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അവിടെ കുറവുള്ളതിന് അഡീഷണൽ ആയിട്ട് അപ്പൊ അവിടെ പഠിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മളുടെ വർക്ക് ലോഡ് കുറയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിടികിട്ടിയോ? ചോദിച്ച ആൾക്ക് സംശയത്തിനുള്ള മറുപടി കിട്ടിയോ? ഓക്കെ. ഇനി എന്തെങ്കിലും ഇതുപോലെ അതെ, ഫോറസ്റ്റ് സർവീസ് എക്സാമിന്റെ എക്സാം പ്രിലിമിനറിയും നമ്മുടെ ഈ എക്സാമും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? സിവിൽ സർവീസിന്റെയും പ്രിലിമിനറി എക്സാം സെയിം ആയിരിക്കും. അപ്പൊ ഫോറിൻ സർവീസ് അല്ല, ഫോറസ്റ്റ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്ന പരീക്ഷയും സിവിൽ സർവീസ് എക്സാമിനേഷന്റെയും പ്രിലിംസിന്റെ പരീക്ഷയിലെ പ്രിലിമിനറി പരീക്ഷയിലെ പേപ്പർ 1ഉം പേപ്പർ 2 അതിനും ഇതിനും സെയിം ആണ്. ഇനി ചോദിച്ചോ, പറഞ്ഞോ. അപ്പോ അതിന്റെ മെയിന്റെ സിലബസ് ഇതിൽ നിന്നും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. ഉണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. കാരണം ഈ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷ ജനറലിസ്റ്റ് സർവീസ് ആണ്. എന്താ? ജനറലിസ്റ്റ് സർവീസ് എന്നാ പറയാ. എന്ന് വെച്ചാൽ ഒരു സാധാരണ ഗ്രാജുവേറ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്.
എന്നാൽ ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യലിസ്റ്റ് സർവീസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് ഉണ്ട്, ഇന്ത്യൻ ജിയോളജിക്കൽ സർവീസ് ഉണ്ട്. ഇതൊക്കെ സ്പെഷ്യലിസ്റ്റ് സർവീസ് ആണ്. സാധാരണ ഗ്രാജുവേറ്റിന് പറ്റില്ല, സ്പെഷ്യൽ ഗ്രാജുവേഷൻ വേണം, അവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ സിവിൽ സർവീസ് എല്ലാവർക്കും എഴുതാം. അതുകൊണ്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇസ് എ ജനറലിസ്റ്റ് സർവീസ് എക്സാമിനേഷൻ. ഇറ്റ്സ് എ ജനറലിസ്റ്റ് സർവീസ് ആണ്, അത് സ്പെഷ്യലിസ്റ്റ് സർവീസ് അല്ല, ജനറൽ സർവീസ് ആണ്, ജനറൽ ആണ് സിവിൽ സർവീസ്. എന്നാൽ ഫോറസ്റ്റ് സർവീസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, എക്കണോമിക് സർവീസ്, ജിയോളജിക്കൽ സർവീസ്, എഞ്ചിനീയറിംഗ് സർവീസ്, ഇതൊക്കെ എന്താണ്? സ്പെഷ്യലിസ്റ്റ് ആണ്. സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ഇസ് വെരി എസെൻഷ്യൽ in specialist service. That is why we can call that service as a specialist service. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. നമ്മൾ ഈ പറയുന്ന സിവിൽ സർവീസസ് എക്സാമിനേഷൻ ഇസ് എ ജനറലിസ്റ്റ് സർവീസ്. അതുകൊണ്ട് ഇതിന്റെ സിലബസും അതിന്റെ സിലബസും വ്യത്യാസമാണ്. കുറച്ച് ഭാഗം മാത്രമാണ് സിമിലാരിറ്റി. അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഫോറസ്റ്റ് IFOS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പരീക്ഷയും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പരീക്ഷയും കൂടെ ഒരു പേപ്പർ ആക്കി മാറ്റിയത്. അവിടെ ഒരു എന്താണ് ഒരു ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം അതിൽ പ്രിലിംസ് ഏരിയയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ അതിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. അതുകൊണ്ട് അത് കമ്പൈൻഡ് ആക്കിയത്. പക്ഷെ മെയിൻ പരീക്ഷ വരുമ്പോൾ ഡിഫറെന്റ് ആണ്. ഇതിലില്ലാത്ത കുറെ കാര്യങ്ങളും അതിലില്ലാത്ത കുറെ കാര്യങ്ങൾ ഇതിലും, ഇതിലില്ലാത്ത കുറെ കാര്യങ്ങൾ അതിലും ഉണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ സർ. ക്ലിയർ അല്ലേ? അത് വളരെ പെർഫെക്റ്റ് അല്ലേ? ഫൈൻ അല്ലേ? ഒരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരു സംശയത്തിന് നിഴല് പോലും അവിടെ ഇല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ, പറഞ്ഞോ. നീ ചോദിച്ചോ. നീ എന്താ ചോദിക്കാള്? കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. പറഞ്ഞോ. നെക്സ്റ്റ്, വാട്ട് ഇസ് നെക്സ്റ്റ്? ഞാനിപ്പോ UPSCയുടെ പ്രിപ്പറേഷന്റെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നു, അതിന്റെ സംശയം തീർത്തു. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും പറയാനില്ല. നിങ്ങൾ ഇനി ചോദിക്കുമ്പോഴേ പറയാനുള്ളൂ, ചോദിക്കാതെ പറയാനില്ല. പേപ്പർ നന്നായി വായിക്കുക, അത് വളരെ അത്യാവശ്യമാണ്. പേപ്പർ റീഡിങ്, ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി എസെൻഷ്യൽ. അതിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതാണ് നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ്. ഡെമോക്രാറ്റിക് നാഷൻ ആയതുകൊണ്ട് മറ്റേ കമ്പൽസറി എന്ന് പറയാൻ പറ്റില്ല, റിക്വസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. പറയൂ, നിങ്ങളൊക്കെ എന്തിനു പഠിക്കുന്ന ആൾക്കാരാ? ഓക്കെ. ഞാൻ എന്തിനെന്ന് ഉദ്ദേശിച്ചത് ഏത് കോഴ്സ് എന്നാ ഉദ്ദേശിച്ചിട്ടാ? ഒക്കെ +2 കാരാണോ? ഏത് ഡിപ്ലോമ കോഴ്സാ? അതായത് ഈ എക്സാമിനേഷൻ എഴുതാൻ ഡിഗ്രി ഇമ്പോർട്ടന്റ് ആട്ടാ. ഈ എക്സാമിനേഷൻ എഴുതാൻ ഡിഗ്രി ഈസ് വെരി എസെൻഷ്യൽ. അതായത് BComോ BAയോ BSCയോ അങ്ങനെയുള്ള ഒരു ഡിഗ്രി ഈസ് വെരി എസെൻഷ്യൽ. അത് നിർബന്ധമാണ് കേട്ടാ. കാരണം ഡിസ്റ്റൻസ് ആയിട്ടോ റെഗുലർ ആയിട്ടോ പോസ്റ്റലായിട്ടോ ഒന്നും കുഴപ്പമില്ല. അതായത് UPSC പറയുന്നത് പാർലമെന്റ് സെക്ഷൻ 3യോ UGC ആക്ടോ, പാർലമെന്റ് സെക്ഷൻ 3 ആക്ട് പ്രകാരമോ UGC ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഇസ് വെരി എസെൻഷ്യൽ. പറയൂ, ഇനി എന്താ ചോദിക്കാനുള്ള? പറഞ്ഞോളൂ. ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, BPT ഒക്കെ ഡിഗ്രിയാണ്. BPT ഒക്കെ ഗ്രാജുവേഷൻ ആണ്. 4 ഇയർ ഗ്രാജുവേഷൻ ആണ് BPT ഒക്കെ. പറഞ്ഞോ. BPT, BPharm, അതുപോലെ തന്നെ BTech, BCom, BA, BSc അതൊക്കെ ഗ്രാജുവേഷൻ ആണ്. നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് പറ്റില്ല എന്നർത്ഥം. ഡിപ്ലോമ പറ്റില്ല. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് PGDCA പറ്റും. പക്ഷെ
ഡിഗ്രി ആണ് നമ്മളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഇൻ സിവിൽ സർവീസ്. കുറെ ചോദ്യങ്ങളുണ്ടല്ലോ. ഇല്ല, കുഴപ്പമില്ല. ഒരുവിധം എല്ലാവരും ഗ്രാജുവേഷൻ ആണ്. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണോ നിങ്ങളൊക്കെ? അതായത് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുന്നുണ്ടോ? അതായത് ഞാൻ അയച്ച നമ്പർ എൻ്റെ നമ്പറാണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മെസ്സേജ് അയക്കാനും നിങ്ങൾക്ക് വിളിക്കാനും ഒക്കെ കഴിയും. സിവിൽ സർവീസിന്റെ ബേസിക് പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അത് ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്തരത്തിലാണ് നമ്മളിത് മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഡൗട്ടും ചോദിക്കാം. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച ഭാഗമോ പഠിപ്പിക്കാത്ത ഭാഗമോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം. അതിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. വളരെ ക്ലിയർ ആയിട്ട് ഞാനത് കൺവിൻസ് ചെയ്യും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ ഇനി മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചോദിക്കാം. ക്ലിയർ ആയോ? എന്തോ പറഞ്ഞല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരാ സംസാരിക്കുന്നത്? മാജിദയാണ്. മാജിദ. മാജിദയാണോ കോർഡിനേറ്റർ? അതെ സർ. ഈ നമ്മൾ അക്കാഡമിയുടെ പേരെന്താ? നമ്മൾ ഏത് അക്കാഡമി? ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നത്? സർ, നമ്മൾ കൈറ്റ്സ് ഫൗണ്ടേഷന്റെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. ഉയരെ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മളെ ടൈസൺ മാസ്റ്റർ എമ്മയുടെ പ്രോജക്റ്റ് ആണോ അത്? അതെ അതെ സർ ഉണ്ട്. അതാ ചോദിക്കുന്നത്. എനിക്ക് അതില് ഉയരെന്ന് കണ്ടപ്പോ ഒരു സംശയം വന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. നമ്മൾ സ്ഥിരമായിട്ട് മാജിദ് തന്നെ കണ്ടിട്ടുണ്ടോ? സർ, ഞാൻ 10th 2015 പൊന്നാനി സാറിന്റെ അക്കാദമിയിൽ ഉണ്ടായിരുന്നു. സാർ എന്റെ മെന്റർ ആയിരുന്നു ആ സമയം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നെ പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പോഴും. ഉണ്ട്. അപ്പൊ ക്ലാസ് കേട്ടില്ലേ? കേട്ട്. റീസെന്റ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടോ 2015 ശേഷം? ഇല്ല സാർ, ഞാൻ 2018 ട്രിവാൻഡ്രത്തോട്ട് വന്നു. പിന്നെ അവിടെ സ്റ്റേറ്റ് അക്കാദമിയിലായിരുന്നു. സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും ഡയറക്റ്റ് ക്ലാസ് വെക്കണം. അതാണ് എഫക്റ്റീവ്. ഷുവർ സർ, അത് വേണം. നമുക്കൊരു അടിപൊളി ക്ലാസ് കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നമുക്ക് ഈ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ തന്നെ സെറ്റ് ചെയ്യാൻ അപ്പുവിനോട് പറയണം. കാരണം കുട്ടികൾക്ക് ഒരു ഡയറക്റ്റ് ക്ലാസ് കിട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞു ഇപ്പോ അപ്രോക്സിമേറ്റ് അല്ലെ? അപ്രോക്സിമേറ്റ് 2 വർഷത്തോളായില്ലേ? അപ്പൊ നമുക്ക് ഭയങ്കര ഒരു അടിപൊളി ക്ലാസ്, ഒരു അടിപൊളി ഓറിയന്റേഷൻ, ഒരു എക്സ്ട്രാ ഓർഡിനറി, ഒരു അമേസിംഗ് ഒരു ഓറിയന്റേഷൻ നമുക്ക് കൊടുക്കണം. കുട്ടികളൊന്ന് തരിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഓറിയന്റേഷൻ അത് കൊടുക്കണം. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ് ഒന്ന് ഫാസ്റ്റ് അപ്പ് ചെയ്യാൻ പറയൂ. ഓക്കെ സർ, ഷുവർ, നമുക്ക് ചെയ്യാം. അപ്പൊ എന്റെ ജോലി ഞാൻ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തു എന്നും വളരെ സംതൃപ്തിയോട് ചെയ്തെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായപ്പെട്ടത് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം? മാജിദയുടെ അഭിപ്രായം എന്താണ്? അത് പറഞ്ഞോളൂ. മാജിദ ക്ലാസ് ഫുള്ള് കേട്ടോ? ഞാൻ കേട്ടു. പറഞ്ഞോ. സാറിനെ പോലുള്ള ഒരാളെ പ്രസൻസ് തന്നെ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. സാറിന് കിട്ടുമെന്നൊന്നും നമുക്ക്
ഒരു ഷുവർ ഉണ്ടായിരുന്നില്ല. അപ്പൊ കിട്ടി. അല്ല ഞാനിപ്പോ സിവിൽ സർവീസ് കിട്ടാത്തതല്ലേ, സിവിൽ സർവീസ് കിട്ടാതാകുമ്പോൾ നമുക്ക് വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ എഴുതിയിട്ടാ. ഓക്കെ, അല്ല പറയൂ, നിങ്ങൾ പറയണം, പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുക. ഇപ്പൊ ഞാനിപ്പോ എന്താന്ന് വെച്ചാല് സിവിൽ സർവീസ് കിട്ടാത്ത എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പുതിയ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആണ്. അതാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടും എന്നെ കിട്ടാഞ്ഞത്. ഞാൻ കരുതി കൂട്ടി ഒഴിവായതല്ല. എനിക്ക് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമുള്ള ഒരു കാര്യം വേറെ ഇല്ല. ക്ലാസ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഏറ്റവും വലിയ രസങ്ങളിൽ ഒന്നാണ്. എനിക്കറിയാം അത് സർ, അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ഈവന്റ് വേറെ ഇല്ല. അത്രയും എനിക്ക് ഇഷ്ടമാണ് ക്ലാസ് എടുക്കുക എന്നുള്ളത്. കാരണം നമ്മളും പഠിക്കുകയാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കുട്ടികളുടെ സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആ സബ്ജക്റ്റിൽ അങ്ങോട്ട് മുങ്ങുന്ന പോലെയാണ് എൻ്റെ ഒരു അവസ്ഥ. അതായത് അത്രയും നമ്മൾ ഡീപ്പായിരിക്കും സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊന്നും അത്രയും എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോ തമിഴ്നാട്, കർണാടക, തെലങ്കാന അതുപോലുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫയർ ആൻഡ് സേഫ്റ്റി പ്രൊജക്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പനി ഫോം ചെയ്തു. ആ കമ്പനി ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് കമ്പനി ആവുന്നു. അപ്പൊ ഞാൻ അതിലെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ഞാൻ ഒരു സെമി സിവിൽ സർവന്റ് ആയി മാറും, ഞാൻ അറിയാതെ ആവും. അപ്പൊ അതിന്റെ പിന്നാലെ ആയതുകൊണ്ട് ആ കഴിഞ്ഞ ആഴ്ച എന്നെ നിങ്ങൾക്ക് കിട്ടാഞ്ഞത്. അല്ലെങ്കിൽ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ഞാൻ ബാക്ക് ടു ബാംഗ്ലൂർ, അല്ല ബാക്ക് ടു കേരള ഫ്രം ബാംഗ്ലൂർ, അതായിരുന്നു ഞാൻ യാത്ര. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഏകദേശം സേലം കഴിഞ്ഞിട്ടാണ് ഇയാള് വിളിക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ഈ തിരക്കിൽ പെട്ടിട്ട് എനിക്ക് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ളൊരു ഈവന്റ് വേറെ ഇല്ല. അത്ര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരാൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കുറെ വിദ്യാർത്ഥികൾ അവസരം തരിക, സ്ഥാപനങ്ങൾ അവസരം തരിക എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയൊരു റെക്കഗ്നിഷൻ അല്ലേ. അറിവെന്ന് പറയുന്നത് വലിയ സംഭവമല്ലേ. അതിന് ഒരു അവസരം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ സംഭവമല്ലേ. അല്ല, ക്ലാസ്സിനെ കുറിച്ച് വിദ്യാർത്ഥികൾ പറയണം. പറയൂ മക്കളെ, പറയൂ. തുറന്നു പറയൂ. പറഞ്ഞോ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. എനിക്ക് സമയം കഴിയാറായി, ഞാനും പോവുകയാണ്. പറഞ്ഞോളൂ. നിങ്ങൾ മടി വിചാരിക്കണ്ട, സംസാരിച്ചോളൂ സാറിന്റെ അടുത്ത്. ഒന്നും വേണ്ട, അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക. മാജിദ് ഒന്നും ചെയ്യില്ല നിങ്ങളെ. മെസ്സേജ് അയക്കണ്ട, പറഞ്ഞോളൂ. ഹലോ, പറയൂ. സാറിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഞാൻ ലേറ്റ് ആയി ജോയിൻ ആയിക്കോ. അപ്പൊ ഓക്കെ, എന്റെ പേര് ഷിംജിത്ത്. ഞാൻ IAS എക്സാമിനേഷന്റെ ട്രെയിനറാണ്. 10-12 വർഷത്തോളമായി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇന്ത്യൻ പൊളിറ്റിയാണ് ഞാൻ എടുക്കുന്ന വിഷയം. സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ അടുത്താണ്. ചമ്രവട്ടം പാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചമ്രവട്ടം ബ്രിഡ്ജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രധാനമായിട്ടുള്ള എറണാകുളത്തിനെയും കോഴിക്കോടിനെയും കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ കൊടുങ്ങല്ലൂരിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ചമ്രവട്ടം ബ്രിഡ്ജ്. അതിനടുത്താണ് വീട്. ഗവൺമെന്റ് IAS എക്സാമിനേഷന്റെ കോച്ചിങ് ഉൾപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു 1.5 ലക്ഷത്തോളം ആളുകളുടെ മുകളിൽ ഞാൻ ഏകദേശം പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു 5000-ഓളം 6000-ഓളം ആളുകൾ ഏകദേശം സർവീസിൽ കയറിയിട്ടുണ്ടാവും. നിങ്ങൾ ഇരിഞ്ഞാലക്കുടക്കാരൻ ഹരി കല്ലിക്കാട്ടൊക്കെ എന്റെ സ്റ്റുഡന്റ് ആണ്. ശ്രീതു SS ഒക്കെ എന്റെ സ്റ്റുഡന്റ് ആണ്. ശ്രീതുവിനോട് ചോദിച്ചാൽ മതി. സിംജി സാറെ പരിചയം ഉണ്ടെന്ന് വെച്ചാൽ മതി, പഠിപ്പിച്ചിട്ടുണ്ടോ പരിചയം ഉണ്ടെന്ന് വെച്ചാൽ മതി. ഓക്കെ, അപ്പോ പറഞ്ഞില്ല, നിങ്ങൾ അഭിപ്രായം പറഞ്ഞില്ല, അതെനിക്ക് ഭയങ്കര വിഷമം. ഹലോ, പറഞ്ഞോ. എന്റെ പേര് മുരളി എന്നാണ്. ഞാനിപ്പോ സിവിൽ സർവീസിന്റെ ക്ലാസ് ഇപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രിലിംസ് ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്, പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ
ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നില്ല ഇതിനെപ്പറ്റി. സാറ് പറഞ്ഞു തന്നപ്പോഴാണ് അതിനെപ്പറ്റി മുഴുവനായും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ക്ലാസ് കിട്ടിയതില്. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ഇനി നല്ല ക്ലാസ്സുകൾ കിട്ടുന്നുള്ള പ്രതീക്ഷയോടെയാണ്. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. നല്ല ക്ലാസ് ആണെന്ന് എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാക്കി നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ക്ലാസ് നമുക്ക് ചെയ്യാം. വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് ഉഷാറാക്കാം, റെഡിയാക്കാം. അപ്പൊ നിങ്ങൾ വേണ്ട വിധത്തിൽ അറേഞ്ച്മെന്റ്സ് ചെയ്താൽ മതി. മോളെ പേര് എന്താ കോർഡിനേറ്ററെ? ഓക്കെ സർ, റഹീമല്ലേ? ചെയ്യാം. മാജിദ. ഓക്കെ. അപ്പൊ മാജിദയുടെ ഈ പേര് ഇങ്ങനെ നിരന്തരം പിടിക്കുമ്പോഴേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ മാജിദ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വിളിച്ചാൽ മതി. നമ്പർ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അത് ഇനിയിപ്പോ അപ്പൂനോടൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ അത് തന്നെ. ബാക്കി ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി, ഓക്കെ. ശരി, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. എന്റെ മോനാണ്. ഓക്കെ ഓക്കെ. ഹലോ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. വെൽക്കം വെൽക്കം വെൽക്കം. താങ്ക് യു. ഓക്കെ ഓക്കെ.